മനോഹരമായ രൂപത്തിൽ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റെവിടെ നിന്നും ലഭിക്കുന്നതിനേക്കാളും ഒരു പിടി മുമ്പിലുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ക്ലാസ് പരിപൂർണ മനസ്സോടുകൂടി ഒരാൾ കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് 2026 വലിയ പ്രതീക്ഷയുള്ള, നല്ല കഫക്കെട്ടുണ്ട്. ഡിസംബർ ആണ്, എല്ലാവർക്കും അറിയാം. ഡിസംബർ ജനുവരി ചെറിയ ഒരു എന്താ പറയാ ഇഷ്യൂ ഉണ്ട്. സുഖമായി വരുന്നേ ഉള്ളൂ. ഏതാനും ശരി. മൈ ഡിഫറൻസ്, ഇന്നത്തെ ക്ലാസ് മുഴുവനായി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറപ്പായിട്ടും 2026 25 പോലെ കാണുവാൻ സാധിക്കുകയില്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിലോട്ട് കടക്കുകയാണ്. ഇത് മുഴുവനായിട്ട് കേട്ടിരിക്കണം. ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേട്ടിരിക്കുകയാണെങ്കിൽ 2026 നിങ്ങൾക്ക് മനോഹരമാക്കുവാൻ സാധ്യമാണ്. ഇപ്പൊ പലരും, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, എല്ലാ ന്യൂ ഇയറിനും ഓരോ പുതിയ തീരുമാനങ്ങൾ എടുക്കും. എക്സസൈസ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. മനസ്സിലായോ? ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും. ഷുഗറിന് തൊടില്ല, അതുപോലെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറക്കും, ജങ്ക് ഫുഡുകൾ പരമാവധി ഒഴിവാക്കും. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും എടുക്കും. പക്ഷെ തീരുമാനങ്ങൾ അങ്ങനെ എടുക്കുകയാണെങ്കിലും ശരി, ചില ആളുകൾ അതിശക്തമായി എഴുതി വെക്കും. പുകവലിക്കില്ല, മദ്യപിക്കില്ല. പക്ഷെ ഇതെല്ലാം ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട ചില അവസ്ഥകൾ വരും. അങ്ങനെ അവസ്ഥകൾ വരുമ്പോൾ ആ ആൾക്ക് വലിയ നിരാശ തോന്നുകയും താൻ പരാജയമാണ്, തന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയും പഴയതിലോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രൂപത്തിലുള്ള മാറ്റം, പെർമനന്റ് ആയ മാറ്റം 2 രൂപത്തിലാണ് സംഭവിക്കുക. ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതൊരു ആമുഖം മാത്രമാണ്. ചില ആളുകൾക്കൊക്കെ മാറ്റം എന്ന് പറയുന്നത് മൊമെന്റം ആയിരിക്കും, അതായത് പെട്ടെന്നായിരിക്കും. ഉദാഹരണമായിട്ട് എൻ്റെ അടുത്തൊരു ബന്ധുവുണ്ട്. അദ്ദേഹം 10-30 വർഷത്തോളം പുകവലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏതോ ഒരു ഡോക്ടറുടെ ക്ലാസ്സിൽ ഏതോ ഒരു വരി അദ്ദേഹത്തിന്റെ മനസ്സിലുടക്കിയ ആ നിമിഷം, മൊമെന്ററി, അദ്ദേഹം തീരുമാനമെടുത്തു, ഇനി ഈ സാധനം ഞാൻ തൊടില്ല എന്ന് തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതായത് എന്നും ഈ നിക്കോട്ടിൻ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ബോഡിയിൽ അങ്ങനെ മെമ്മറി ഉള്ളത് കൊണ്ട് ശരീരം പ്രതികരിക്കാൻ തുടങ്ങി. ശരീരത്തിലെ തൊലികളൊക്കെ വേറെ രൂപത്തിലോട് മാറി. പക്ഷെ അദ്ദേഹം തൊട്ടില്ല. പക്ഷെ ക്രമേണ ആ മനുഷ്യന് അതിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടുവാൻ സാധിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വളരെ അപൂർവമാണ്. ചില ആളുകൾ മദ്യപാനം, പുകവലി, ഇങ്ങനെയുള്ള ഒത്തിരി ശീലങ്ങളൊക്കെ ചില സമയങ്ങളിലുള്ള ചില പ്രത്യേകമായിട്ടുള്ള സ്പാർക്കിങ്ങോട് കൂടി ആൾക്കാർക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കാറുണ്ട്. അതേപോലെ ഹാപ്പി പാർക്കിന്റെ കോഴ്സിൽ വന്നിട്ടും ഒത്തിരി ആൾക്കാർക്ക് മദ്യപാനവും അതുപോലെ തന്നെ ദുശ്ശീലങ്ങളും ഒക്കെ ഒഴിവാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം ആൾക്കാരും പ്രത്യേകിച്ച് ന്യൂ ഇയറിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ സാധിക്കാറില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, മനസ്സിൽ നമുക്ക് താല്പര്യം നേരത്തെ ഉണ്ട്. ഏത് താല്പര്യം? ഈ പറയപ്പെട്ട ബാഡ് ഹാബിറ്റുകളൊക്കെ നിർത്തണമെന്ന താല്പര്യം നമുക്കുണ്ട്. പക്ഷെ അത് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുതുവർഷം, അല്ലെങ്കിൽ ജന്മദിനം, അല്ലെങ്കിൽ മകന്റെ ജന്മദിനം, അല്ലെങ്കിൽ ക്രിസ്മസ്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഒരു കാരണമാക്കി, ഒരു നല്ല തുടക്കമാക്കി അവർ തീരുമാനിക്കും, ഉറപ്പിച്ച് തീരുമാനിക്കും, ഒരു തുള്ളി ഞാൻ കുടിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ തീരുമാനിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും കാലം നമ്മളത് ചെയ്തുകൊണ്ടുവരുന്ന സംഭവമായതുകൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും അതിനെ മെമ്മറി കിടക്കും. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ അത് വീണ്ടും കിട്ടുവാൻ വേണ്ടി ശരീരവും മനസ്സും അതിശക്തമായ രൂപത്തിൽ നിർബന്ധിക്കും നമ്മളെ. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും? തീരുമാനമൊക്കെ ശരിയായിരിക്കും, പക്ഷെ പിന്നെയും നമ്മൾ അത് ചെയ്ത് വീണ്ടും പഴയതിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇതിനൊരു ഒരു 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 എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും കുറിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് പുതുവർഷത്തിൽ ഏതെങ്കിലും ദുശ്ശീലങ്ങൾ നിർത്തണമെങ്കിൽ, അതായത് അല്ലെങ്കിൽ പുതിയ ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ ആഡ് ചെയ്യണമെങ്കിൽ, അത്തരം കാര്യത്തിൽ വീണ്ടും ഡീപ്പായിട്ട് പോകും. പക്ഷെ ദുശ്ശീലങ്ങൾ നിർത്തുക എന്നതാണ് പല ആൾക്കാരുടെയും വലിയൊരു കാര്യം. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടി പിടിച്ച്, എക്സസൈസ് ചെയ്യാൻ മടി പിടിച്ച്, ഭക്ഷണത്തിന് യാതൊരു നിയന്ത്രണമില്ലാതെ
ഉറക്കൽ നിയന്ത്രണമില്ലാതെ, ഇതൊക്കെ വളരെ മോശമായ ഹാബിറ്റ് ആകുന്നു. നമ്മുടെ ആയുസിനെ എന്താ പറയുക, കൊന്നുകളയുന്ന ദുശ്ശീലങ്ങളാകുന്നു ഇത്തരത്തിലുള്ളതെല്ലാം. ഞാൻ പറയുന്നത് അതിലേക്ക് ഒഴിവാക്കുവാൻ നമ്മൾ തീർച്ചയായിട്ടും ന്യൂ ഇയറിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് യാതൊരു തെറ്റുമില്ല, എടുക്കണം. ഒരു പേപ്പറിൽ നമ്മൾ എഴുതണം. എഴുതുമ്പോൾ പ്രത്യേകിച്ച് കടുത്ത മദ്യപാനിയായ ഒരാൾ, അല്ലെങ്കിൽ ചെയിൻ സ്മോക്കറായ ഒരാൾ, അല്ലെങ്കിൽ പുറത്ത് പറയാനോ പറയാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഒത്തിരി ദുശ്ശീലങ്ങളാൽ അയാൾ പേപ്പറിൽ എഴുതി വെക്കേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഇനി ഒരിക്കലും 2026 ജനുവരി 1 മുതൽ ഒരിക്കലും ഇനി മദ്യപിക്കില്ല എന്നതല്ല. മദ്യപിക്കില്ല എന്നതൊക്കെ, പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. മദ്യപാനം ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാകുന്നു. പക്ഷെ അത് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം? അഥവാ ഇനി ഏതെങ്കിലും ഒക്കേഷനിൽ, ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ എന്താ പറയുക മുൾമുലയിൽ അല്പം ഇത് ചെയ്യേണ്ടി വന്നാൽ അതൊരു നിയമലംഘനമായിട്ട് ഞാൻ കണക്കാക്കുകയില്ല എന്നുകൂടി മനസ്സിൽ പറയണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചോദിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആ ഒരു യുദ്ധത്തിന് രക്ഷപ്പെടാൻ പറ്റും. അതല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ഞാൻ ഇത് ചെയ്യില്ല എന്ന് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതേപോലെ നടത്തം, രാവിലെ നടക്കുന്നത് ഒരു ശീലമാകുന്നു. ഞാൻ ഇനി രാവിലെ എല്ലാ ദിവസവും നടക്കും, അതൊരു തീരുമാനമാക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലോ അല്ലെങ്കിൽ കുറിച്ചോ വെക്കുക. എങ്ങാനും വരെ തണുപ്പോ മഴയോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ, ചില ദിവസങ്ങളിലേക്ക് നടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ലംഘനമായി ഞാൻ കരുതുകയില്ല എന്നുകൂടി കുറിച്ചു വെച്ചോളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഈ ഹാപ്പി പാർക്ക് ഓരോ ക്ലാസ് ചെയ്യുന്ന സമയത്തും, ഓരോ ക്ലാസ്സുകൾ ചെയ്യുന്ന സമയത്തും തെറാപ്പികളിലൂടെ പോകുവാനുള്ള കാരണം എന്താ? തെറാപ്പികളിലൂടെ പോകുവാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കാണും. ഈ തെറാപ്പികൾ എന്ന് പറഞ്ഞാൽ മൊമെന്ററിയാണ്. ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലോട്ട് ഒരു നിമിഷ നേരം കൊണ്ട് അവരുടെ അകത്തോട്ട് പ്രവേശിച്ച് അവരുടെ ഉള്ളിൽ നിന്നും ആ തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ തെറാപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ അങ്ങനെയുള്ള തെറാപ്പികൾക്കോ വിധേയമാവുക, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ എന്നും ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ എവിടെ നിന്ന് കേൾക്കുന്ന ഒരു സ്പാർക്കാവാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അതുമല്ലെങ്കിൽ ഈ രൂപത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആവുക. ഒരിക്കലും 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 പെർഫെക്റ്റ് ആയിട്ട് ഇനിയില്ല എന്ന രൂപത്തിലൊന്നും നമ്മൾ പറയാണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതോടുകൂടി എന്ത്, ചില ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ, പണം കടം വാങ്ങും. പണം കടം വാങ്ങുന്ന സമയത്ത് പറയും, ഞാൻ ഇന്ന ദിവസം നിനക്ക് തന്നിരിക്കും, ഉറപ്പായിരിക്കും. എത്രത്തോളം ഉറപ്പിച്ചാണോ പറയുന്നത്, അപ്പോൾ തന്നെ അത് നൽകുവാൻ കൂടിയുള്ള ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാ പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ട് 2026 നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് എടുക്കണമെന്നതാണ് ഞാൻ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയണം, 2026 എന്ന് പറഞ്ഞാൽ 2026 എന്ന് പറഞ്ഞാൽ സാധാരണ വർഷം പോലെയുള്ള വർഷമല്ല ഇനി വരാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കാലത്തെ പോലെ ചിന്താരീതികളും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എടുത്തെറിയപ്പെടും. മനസ്സിലായില്ലേ? നമ്മളെ ഉള്ളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. 2025 നമ്മൾ വെച്ചു പുലർത്തിയ കാഴ്ചപ്പാടിനെ മാറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും വി വിൽ ബി ടെർമിനേറ്റഡ്. നമ്മൾ മൂലയിലോട്ട് ചവിട്ടിക്കൂട്ടിയെറിയും. ഒരു വേള നമ്മൾ ഇപ്പോൾ രാജാവായേക്കാം, അല്ലെങ്കിൽ രാജവെമ്പാലയായിരിക്കാം. പക്ഷേ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സൂന്നിയിട്ടില്ലെങ്കിൽ നമ്മളെ കുറിച്ച് പറയും വിഷമില്ലാത്ത പാമ്പ് എന്ന രൂപത്തിൽ ആൾക്കാർ പറയാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം. അതായത് എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ്. നമുക്കറിയാം, കഴുകൻ, പരുന്തിന്റെ ആയുസ് സത്യത്തിൽ 70 വർഷമാകുന്നു. 70-80 വർഷത്തോളം പരുന്ത് ജീവിക്കും. പക്ഷെ അതിന് 35-40 വയസ്സാകുമ്പോ പരുന്തിന് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ വരാൻ തുടങ്ങും. അതിന്റെ കൊക്കുകളൊക്കെ വളയും, അതിന്റെ തൂവലുകളൊക്കെ ദുർബലമാകും, അതിന്റെ നഖങ്ങളൊക്കെ വീക്കാവും.
അപ്പൊ പരുന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൗർബല്യങ്ങൾ വരുമ്പോൾ പരുന്തിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ആ ഓപ്ഷൻ ഒന്നെന്താ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ദുർബലമായിട്ട് കൊക്കുകൾ ദുർബലമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിച്ചു പോവുക, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ ചോദിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ഓപ്ഷൻ ഈ പരുന്ത് ചെയ്യുന്നത് ഏതെങ്കിലും മലയുടെയോ ഏതെങ്കിലും മരത്തിന്റെയോ മുകളിൽ പോയി, ഏതെങ്കിലും ഗുഹയിലോ ഒറ്റക്ക് പോയി ആദ്യം ചെയ്യുന്നത് അതിന്റെ കൊക്ക് പൊട്ടിച്ചു കളയും. അതിന്റെ കൊക്ക്, ഇതുവരെ ഭക്ഷണം കഴിച്ച കൊക്കിനെ അത് അടിച്ച് 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 പൊട്ടിച്ചു കളയും. ചോര വാർന്നൊലിക്കും, വേദന അത് സഹിക്കും. അങ്ങനെ പൊട്ടിച്ചു കളയുമ്പോൾ ഏകദേശം മാസങ്ങളെടുത്ത് രണ്ടാമത് പുതിയൊരു കൊക്ക് വരും. പുതിയൊരു കൊക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുന്നത് ആ കൊക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് അതിന്റെ ദുർബലമായ നഖങ്ങളെ അത് കൊത്തി 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 പൊട്ടിച്ചു കളയും. അപ്പൊ നഖങ്ങളും ഇല്ലാതെയാകും, വേദന ഉണ്ടാവും, രക്തം വാർന്നൊഴുകും. മാസങ്ങളെടുത്ത് പുതിയ പുതുപുത്തൻ നഖങ്ങൾ വരും. പിന്നെ ഈ നഖവും ഈ കൊക്കും ഉപയോഗിച്ച് തന്റെ ശരീരത്തിലുള്ള സകല തൂവലുകളെയും അത് കൊത്തി ചോര ഒലിപ്പിച്ച് വേദന സഹിച്ച് കഠിനമായി ത്യാഗം സഹിച്ച് അത് പറിച്ചെടുക്കും. അപ്പോൾ അതിന്റെ തൂവലുകൾ മുഴുവനും പോവും. മാസങ്ങളെടുത്ത് പുതിയ തൂവലുകൾ വരും. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മാറ്റം മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ അയാൾ ത്യാഗം സഹിച്ചേ പറ്റൂ. ഈ കൊക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്യാഗവും സഹിക്കാൻ വയ്യ. സർ, മെഡിറ്റേഷൻ ക്ലബിൽ, റിച്ച് വൈബ് ക്ലബിൽ രാവിലെ വരാൻ ബുദ്ധിമുട്ടാണ്. ഹാപ്പി പാർക്കിന്റെ ഏതെങ്കിലും കോഴ്സ് വരാൻ ബുദ്ധിമുട്ടാണ്. പ്രഷർ ബുദ്ധിമുട്ടാണ്. ഈ വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കാൻ കഴിയാതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തോട്ട് പോകുമ്പോൾ കോഴിക്കോട് മുതൽ എറണാകുളം വരെ എൻ്റെ മകളെ ഞാൻ കാർ ഓടിച്ചു. അവർ ജസ്റ്റ് കാറിന്റെ ലൈസൻസ് എടുത്തിട്ടേ ഉള്ളൂ. കോഴിക്കോട് മുതൽ എറണാകുളം വരെ എല്ലാ ടൗണിലൂടെയും അവൾക്ക് തന്നെ കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? ഇത്രയും സുദീർഘമായി തിരക്ക് പിടിച്ച റോഡിലൂടെ അവളെ തന്നെ ഓടിച്ചു. കാരണം അത് കഠിനമാകുന്നു, ശക്തമാകുന്നു, അതായത് വളരെ പ്രയാസമേറിയതാകുന്നു. എന്തുകൊണ്ട് ചോദിക്കാൻ? അത്രയും വാഹന വ്യൂഹങ്ങൾക്കിടയിലൂടെ പോകണം. അപ്പൊ ഒരു കാര്യം അവിടെ സംഭവിച്ചു, അതികഠിനമായ പ്രയാസമേറിയ. പലപ്പോഴും എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓട്ടു. ഞാൻ പറഞ്ഞു, നീ തന്നെ ഓട്ടു. മനസ്സിലായി? വേദന അങ്ങ് സഹിപ്പിക്കണം. ഇപ്പൊ ഒരു കാര്യം സംഭവിച്ചു, തിരിച്ചു വരുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങി അവളെ കൊണ്ട് വണ്ടി ഓട്ടിച്ച് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു. അതായത് ടഫായത് ചെയ്യുവാൻ മടിക്കുന്ന ഒരുത്തനും ജീവിതം കഠിനമായിരിക്കും. ടഫായത് ചെയ്ത് പഠിച്ച ഒരുത്തന് ജീവിതം ഈസി ആയിരിക്കും. മനസ്സിലായില്ലേ? പരാജയപ്പെടുന്ന മുഴുവൻ ആൾക്കാരുടെ പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ചൊറയുണ്ടോ എന്ന് ആദ്യം നോക്കുക. എന്തെങ്കിലും ചൊറയുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് വല്ലതും സംഭവിക്കുമോ? എനിക്ക് സെക്യൂരിറ്റി കുറവുണ്ടോ? ഇങ്ങനെ നോക്കുന്നവൻ എല്ലാ കാലത്തും അയാൾ പാവപ്പെട്ടവനായി ഇരിക്കുക മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ആ പരുന്തിന്റെ കാര്യം പറഞ്ഞ പോലെ വൃദ്ധനായി മരിച്ചു പോകുന്ന അവസ്ഥയിലോട്ട് പോകും. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ കൈവശം വെച്ച, ഓൾറെഡി നമ്മൾ ഉള്ളിലുള്ള ഒത്തിരി വിശ്വാസങ്ങളും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും മടികളും അലസതകളും ഒക്കെ നമ്മൾ എടുത്തെറിയേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ മോളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് സുഖമുണ്ട്, അപ്പുറത്തിരുന്നാ മതി. ഞാൻ വാഹനം ഓട്ടി പോകുന്നു, ഒരു റിസ്കും ഇല്ല. കുറച്ചൊന്ന് ഓട്ടിയാൽ അല്ലേ, ആൾക്കാരൊക്കെ ഉള്ള ഹൈവേ, എറണാകുളം വരെ ഹൈവേ കിട്ടില്ല. ഹൈവേയിൽ നിന്ന് മാത്രം ഓട്ടാൻ നല്ല സുഖാണ്. മനസ്സിലായോ? റിസ്ക് ഉള്ള സ്ഥലത്തൊന്നും ചെയ്യുമ്പം നമുക്കും വെയിറ്റ് ഉണ്ട്, ഈ പരുന്തിനെ പോലെ. അങ്ങനെ വെയിറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നിർത്തിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയില്ല. ഒരു മെറ്റഫർ സ്റ്റോറി പറയാറുണ്ട്, എല്ലാ ട്രെയിനേഴ്സും പറയുന്ന സ്റ്റോറിയാണ്. ഒരു അമ്പലത്തിൽ ഒരു പൂജയ്ക്ക് വേണ്ടി
ഒരു വിഗ്രഹം, ഒരു മെറ്റഫർ സ്റ്റോറിയാണ്. ഒരു വിഗ്രഹം ഉണ്ടാക്കണം. അപ്പോൾ അവിടെയുള്ള തന്ത്രികളൊക്കെ ആചാരപ്രകാരം അവിടെയുള്ള നല്ല കുറച്ച് ലക്ഷണമൊത്ത കല്ലുകളുണ്ട്. ഒരു കല്ലിനോട് ചോദിച്ചു, ദൈവമാവാൻ താല്പര്യമുണ്ടോ? ദൈവമാകുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവമാകുമ്പോൾ ഈ കല്ലിന്റെ ഷേപ്പ് മാറ്റണം. ഷേപ്പ് മാറ്റുമ്പോൾ ഉളി കയറും. ഉളി കയറിയിട്ട് ഇപ്പൊ ഉള്ള ഷേപ്പിന് മാറ്റും. അവ പല കല്ലുകളും പറഞ്ഞു. ഒരു കല്ല് പറഞ്ഞു, അയ്യോ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഒരു കല്ല് പറഞ്ഞു, ദൈവമാവാൻ ഞാൻ തയ്യാറാകുന്നു. അത് അദ്ദേഹത്തെ ഉളി കയറി, പക്ഷെ ഒറ്റ തവണയെ കയറിയുള്ളൂ. വേദന സഹിച്ചു. അതിനെ ചില്ലും കൂട്ടിൽ വെച്ചു. ആളുകൾ വന്ന സമയത്ത്, ആളുകൾ അതിനെ ആരാധിക്കാൻ വന്ന സമയത്ത് അവിടെ കാല് കഴുകാൻ കല്ലില്ല, തേങ്ങ ഉടക്കാൻ കല്ലില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു കല്ല് അവിടെ ഇരിക്കുന്നു, വെറുതെ ഇരിക്കുന്നു. അവനെ പിടിച്ചിട്ട് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഈ വേദന സഹിക്കാൻ കഴിയാത്തവനെ വെച്ചിട്ട് എല്ലാ കാലത്തും ആളുകൾ തേങ്ങ ഉടക്കാൻ വേണ്ടി അറിയുന്നു, കാല് കഴുകാൻ അറിയുന്നു. ഇതാകുന്നു നിങ്ങൾ വേദന സഹിക്കുവാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ സംഭവിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലായില്ലേ? മാറണമെങ്കിൽ, ഇന്നത്തെ ആ ഒരു രൂപത്തെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ചില വേദനകൾ സഹിച്ചേ പറ്റൂ. മനസ്സിലായി? ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിശക്തമായ വേദനകളൊക്കെ ആദ്യം ഉണ്ടാവും. മനസ്സിലായോ? യോഗ ചെയ്യുമ്പോൾ ഉണ്ടാവും, സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ഉണ്ടാവും. അങ്ങനെ വേദന സഹിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല ബോഡി ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? എക്സസൈസ് ചെയ്യാത്തവന്റെ ശരീരത്തിന്റെ രൂപം എന്തിനു കൊള്ളാം? എന്നും എക്സസൈസ് ചെയ്യുന്ന ഒരുത്തന്റെ ശരീരം മനോഹരമായിരിക്കും. അയാളെ പേശികൾ ബലമുണ്ടാവും, പേശികൾക്ക് ഒരു രൂപമുണ്ടാവും, ശരീരത്തിന് ആകാര വടിവുണ്ടാവും, മനോഹരമായ സ്ട്രക്ചർ ഉണ്ടാവും. ഇത് ചെയ്യാത്തവന്റെ ശരീരം എങ്ങനെ ഇരിക്കും? അവന്റെ ചിന്താഗതി പോലെ വളഞ്ഞും പുളഞ്ഞൊക്കെ ഇരിക്കും. അവന്റെ മുഖഭാവം പോലും, അവന്റെ നോട്ടത്തിന് പോലും ശക്തി ഉണ്ടാവില്ല. പക്ഷെ നിരന്തരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക്, അയാൾ രാവിലെ എഴുന്നേൽക്കുന്നു, ജിമ്മിൽ പോകുന്നു, യോഗ സെന്ററിൽ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യുന്നു. അത് അദ്ദേഹത്തിന് കഠിനമായ പ്രയാസമുണ്ട്, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലമായിട്ട്, ആ വേദനയുടെ ഫലമായി മനോഹരമായ ശരീരം, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. മനസ്സിലായോ പ്രിയപ്പെട്ടവര്? അതുകൊണ്ട് ഞാൻ പറയുന്നു, വേദനകൾ സഹിക്കുവാൻ നമ്മൾ റെഡി ആവണം. രാവിലെ മെഡിറ്റേഷൻ ക്ലബിൽ വരാൻ, റിച്ച് വൈബ് ക്ലബിൽ വരാൻ വേദനയാണ്. മനസ്സിലായില്ലേ? ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ, മധുരം ഒഴിവാക്കാൻ, രാത്രി സമയങ്ങളിലെ ഫുഡുകൾ ഒഴിവാക്കാൻ, അതുപോലെ തന്നെ രാത്രി നേരത്തെ ഉറങ്ങാൻ പ്രയാസമാണ്. മൊബൈലും കണ്ട് 12, 1, 2 മണി വരെ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് പ്രയാസമാണ്. ഞാൻ പറയുന്നത് ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കി, ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് രാത്രി നേരത്തെ ഉറങ്ങാനും രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും അല്പസമയം മനസ്സിന് റിലാക്സേഷൻ കൊടുക്കുവാനും അന്നന്ന ദിവസത്തെ ഓരോ ദിവസവും പ്ലാൻ ചെയ്യുവാനും ഒക്കെ നമ്മൾ തുടങ്ങുമ്പോൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിരന്തരം കേട്ട്, പറ്റുമെങ്കിൽ വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേക രൂപത്തിൽ നമ്മുടെ ലൈഫിനെ മാറ്റുമ്പോൾ പുതിയ ഒരു നമുക്ക് ജന്മമെടുക്കുവാൻ സാധിക്കും. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയാസുകൾ ഉപയോഗിച്ച് എത്ര സമയമാണ് നമ്മൾ കളയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള ചില വേദനകൾ സഹിക്കുവാൻ നിങ്ങൾ റെഡിയാവണം. അങ്ങനെ റെഡിയാവുമ്പോൾ നമ്മളൊരു മധുരമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അതേപോലെ തന്നെ ശ്രദ്ധിക്കണം, 2026 നമ്മൾ ഒരിക്കലും കഠിനാധ്വാനത്തെ കുറിച്ച് ചിന്തിക്കണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നു, 2026 ബോധോദയത്തിന്റെ കാലഘട്ടമാകുന്നു, കോൺഷ്യസ്നെസിന്റെ കാലഘട്ടമാകുന്നു. ആർക്ക് തന്റെ ബോധത്തിന്റെ കളി മനസ്സിലായോ? ആർക്ക് തന്റെ കോൺഷ്യസ്നെസിന്റെ കളി മനസ്സിലായോ? അയാളുടെ രാജാവാകും. മനസ്സിലായില്ലേ? കോൺഷ്യസ്നെസിന്റെ കളി ആർക്ക് മനസ്സിലായോ? അയാൾ രാജാവാകും. ബുദ്ധിക്ക് മുകളിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യന് നമ്മുടെ ബുദ്ധിയെക്കാളും 1000 ഇരട്ടി പവർ ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരു ഫോട്ടോ അങ്ങ് കൊടുത്താൽ മതി. ആ ഫോട്ടോ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് എന്തുവാ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അത് ചെയ്തു തരും. ഡാൻസ് കളിപ്പിക്കണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു ഫോട്ടോയിൽ ഒരു വ്യക്തിയെ ഡാൻസ് കളിപ്പിക്കുന്ന ഒരു മൂവിയാക്കാൻ എന്തോ ഒരു പണിയെടുക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറയുന്ന ഒരു കപ്പിൾസിന്റെ വീഡിയോ, ഫോട്ടോ,
ഇവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നതായി മാറട്ടെ നമ്മളെ കൽപ്പന. ഉടനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഡാൻസ് കളിക്കാത്ത ഈ കപ്പിൾസ് മനോഹരമായി ഡാൻസ് കളിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാകുന്നു. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഈ കേവല ബുദ്ധിക്കപ്പുറമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും കവർ ചെയ്യുന്ന നമ്മുടെ ബോധത്തിൽ കളിക്കുവാൻ പഠിക്കണം നമ്മൾ. അതാകുന്നു ഈ ഹാപ്പി പാർക്കും റിച്ച് വൈബ് ക്ലബും ട്രഷറും ഒക്കെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, 2026 നമ്മൾ മാറിയേ പറ്റൂ. നമ്മൾ തികഞ്ഞും മാറിയേ പറ്റൂ. മനസ്സിലായോ? ഇതിൽ ഏറ്റവും വലുത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന വ്യക്തി ആരും ചോദിക്കുകയാണെങ്കിൽ അതിശക്തമായ പേഴ്സണാലിറ്റിയുള്ള വ്യക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം റോബോട്ടിനോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ ഒന്നുമില്ലാത്തൊരു കാര്യമാകുന്നു വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഇല്ല. ദയ എന്താ അവർക്കറിയില്ല, കരുണ എന്താന്ന് അവർക്കറിയില്ല, സ്നേഹം എന്താന്ന് അവർക്കറിയില്ല. ഇവിടെയാകുന്നു നമ്മൾ വിജയിക്കുന്നത്. ഈ യന്ത്രങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ വിചാരിക്കും പോലെയല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഇന്റർഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് വിചാരിക്കുന്ന പോലെയല്ല. നമ്മളിങ്ങനെ നോക്കിയിരുന്ന നാളെ നമ്മുടെ മൂക്കിന് താഴെ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയാത്ത ഒരു ഏരിയ ആകുന്നു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, കോൺഷ്യസ്നെസിന്റെ കളി. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്താൽ, അതിശക്തമായ വൈകാരിക നിയന്ത്രണമുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്താൽ 2026 എത്ര ശക്തമായ മാറ്റങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരാൾ പറയാണ്, സാറേ എനിക്കൊന്നും അറിയില്ല സർ, എനിക്ക് ഒരു വക കാര്യം അറിയില്ല സർ എന്നൊരുത്തം പറഞ്ഞു നോക്കുക. പാവം, അയാൾക്കത് പറയാൻ അവകാശമുണ്ട്. കാരണം അയാൾക്ക് അറിയില്ല, കുഴപ്പമില്ല. എനിക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പൊ ഞാൻ തന്നെ എല്ലാം അറിയുന്നവരാണോ? അല്ല, എനിക്ക് പല കാര്യവും അറിയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ അറിയില്ല എന്നത് ഓക്കെ, ഞാൻ അറിയാൻ വേണ്ടി ശ്രമിക്കുകയുമില്ല, അവിടെയാണ് അപകടം. എനിക്കറിയില്ല ഓക്കെ, പക്ഷെ ഞാൻ അറിയാൻ വേണ്ടി ശ്രമിക്കുകയുമില്ല. എനിക്ക് പുതിയതൊന്നും പഠിക്കണ്ട. ഇതാകുന്നു നിഘണ്ടുവിലുള്ള ഏറ്റവും വലിയ ഡേഞ്ചറായ ഒരു കാര്യം. കാരണം പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയുവാൻ സമയമുണ്ട്. ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോ അന്ന് മൊബൈൽ സ്ക്രീൻ ടൈം, അന്നത്തെ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തപ്പോൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് അന്നത്തെ ട്രെയിനർ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു. പറഞ്ഞതെന്താ ചോദിക്കുകയാണെങ്കിൽ, അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പഠനം 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ സമയം ചെലവഴിക്കുന്നു. ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ജർമ്മനിയാണ്, അത് 4 മണിക്കൂറാണ്. കേരളക്കാരൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ അത്രയേ ഉള്ളൂ ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ 2 മണിക്കൂർ തന്നെ വെക്കുക. ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലും ഫേസ്ബുക്കിലും മാറി 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 കുറച്ച് യൂട്യൂബ്, കുറച്ച് ഫേസ്ബുക്ക്, കുറച്ച് ഇൻസ്റ്റാഗ്രാം, പിന്നെ എന്തൊക്കെ ഗ്രാമുകളുണ്ടോ അതിലൊക്കെ പോയി 2 മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കുകയാണെങ്കിൽ 365 ദിവസം എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാ പ്രിയപ്പെട്ടവരെ? 730 740 മണിക്കൂർ ഒരു വർഷം. നമ്മൾ ഒരു ഗുണവുമില്ലാതെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരു ട്രഷർ പങ്കെടുത്താൽ, ഒരു മണി മൈൻഡ് സെറ്റ് പങ്കെടുത്താൽ, മണി മൈൻഡ് സെറ്റിലെ ട്രഷറിന്റെ വർക്ക് ചെയ്താൽ, റിച്ച് വൈബ് ക്ലബ് പങ്കെടുത്താൽ, ദ സീക്രട്ട് പോലൊരു പുസ്തകം വായിച്ചാൽ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് വായിച്ചാൽ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിച്ചാൽ, പവർ ഓഫ് നൗ വായിച്ചാൽ, ഒന്നും വേണ്ട. ഞാൻ എഴുതിയ പുസ്തകമുണ്ട്, വിജയത്തിന്റെ രസതന്ത്രം, വനത്തിൽ തിരയുക, അതിശക്തമാണ്. ഇങ്ങനെയൊക്കെ വായിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഉയരൂ, ബോധം ഉയരൂ. നമ്മുടെ ഇച്ഛക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഉള്ളിലെ നമ്മുടെ ബോഡി പറയുന്ന അതിന്റെ ദേഹേച്ഛക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ താൽക്കാലിക സുഖം കിട്ടും, പിന്നെ അവസാനം നിത്യമായ നാശമായിരിക്കും. ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓരോ ദിവസവും ഓരോ പവർ ഹവറിനെ കണ്ടുപിടിക്കണം. അതാണ് ഞാൻ ട്രഷർ ആൾക്കാർക്ക് വർക്ക് കൊടുക്കുന്നത്. 1 മണിക്കൂർ പവർ ഹവറിനെ കാണണം നമ്മൾ.
അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഈ പവർ ഹവറിനെ കൊടുക്കുമ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. ആദ്യം സോഷ്യൽ മീഡിയ ഒഴിവാക്കേണ്ടി വരും, TV ഒഴിവാക്കേണ്ടി വരും, മൂവി ഒഴിവാക്കേണ്ടി വരും, കുറച്ച് വേദന സഹിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് ഇത് മോൾഡ് ചെയ്യും. മനസ്സിലായില്ലേ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായ മറുപടി പറയൂ. 2026 സ്വന്തം വ്യക്തിത്വത്തെ, സ്വന്തം പേഴ്സണാലിറ്റിയെ എന്താ പറയാ, മോൾഡ് ചെയ്യാൻ വേണ്ടി, മിനിക്കാൻ വേണ്ടി, ഒരുക്കാൻ വേണ്ടി, ചിന്താഗതിയിൽ നിന്നും നമ്മുടെ കാഴ്ചപ്പാടിനെയും മുമ്പുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പുതിയ രൂപത്തിലോട്ട് മാറ്റുവാൻ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അവയർനെസ് ഡെവലപ്മെന്റ്, അതാ ഇനി പേഴ്സണൽ ഡെവലപ്മെന്റ് പറയാൻ പാടില്ല. ഞാൻ അതൊക്കെ എന്നോ നിർത്തി. എനിക്ക് ഈ വ്യക്തിത്വ വികസനം എന്നൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ സ്റ്റോപ്പാക്കി. കോൺഷ്യസ്നെസ് ഡെവലപ്മെന്റ് എന്നതിലോട്ട് മാറി പതുക്കെ. എത്ര പേർക്ക് സ്വന്തത്തിൽ അങ്ങനെ ഒരു 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 പരിശീലനത്തിൽ ഏർപ്പെടുവാൻ താല്പര്യമുണ്ട്? ടൈപ്പ് ചെയ്ത് എത്ര പേർക്ക് അവരുടെ ബോധോദയത്തിലേക്ക് അല്ലെങ്കിൽ ബോധത്തിന്, ബുദ്ധിക്ക് മുകളിലുള്ള ബോധത്തിന് ഉയർത്തുവാനുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെടുവാൻ താല്പര്യമുണ്ട്? 500-ന് മുകളിൽ ആളുകൾ ഇപ്പൊ ഈ സെഷൻസ് കേട്ടുകൊണ്ടിരിക്കുന്നു. എത്ര ആൾക്കാരൊന്ന് ടൈപ്പ് ചെയ്യുന്നു? ഞാൻ നിങ്ങളോട് വെറുതെ ടൈപ്പ് ചെയ്താൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും. മനസ്സിലായോ? അതിരിച്ചിരി വേദന ഉണ്ടാവും. എത്രയോ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇതിലൊന്നും വലിയ കാര്യമില്ല. ശരി, കാര്യമില്ല എങ്കിൽ താങ്കളുടെ ലൈഫിനെ മനോഹരമാക്കുവാൻ താങ്കളുടെ അടുത്ത് വല്ല പദ്ധതിയുണ്ടോ? അത് ദൈവം ഏതെങ്കിലും കാലത്തൊക്കെ ശരിപ്പെടുത്തിയേക്കാം. ഇത് ആൾക്കാരുടെ ഒക്കെ ഏറ്റവും വലിയ ഒരു 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 പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് മനോഹരമായ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? മനോഹരമായ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ, നമ്മുടെ ബുദ്ധിക്ക് മുകളിൽ ബോധം ഉയർന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല. കാരണം കാലഘട്ടം മാറി. മുമ്പൊക്കെ കാറ് ഓപ്പൺ ആക്കാൻ നമ്മൾ വലിയ ഈ നീളത്തിലുള്ള ഒരു വലിയ കത്തി പോലുള്ള ചാവി കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പം മൊബൈലാണ്. എൻ്റെ കാറ് എൻ്റെ മകൻ എൻ്റെ മൊബൈലിൽ ഓണാക്കുക, ചാവി വേണ്ട, പണം പോലും ഇല്ല കയ്യിൽ. ഇപ്പോ UPI ആകുന്നു. മക്കൾ പറയാണ്, ഞങ്ങൾക്ക് ഇത്ര ട്യൂഷൻ ഫീ വേണം. നോക്കുന്ന സമയത്ത് കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷെ അക്കൗണ്ടിലുണ്ട് UPI. എല്ലാം അപ്രത്യക്ഷമായി, ബില്ലുകളൊക്കെ പോയി. ഇനി ഹാർഡ് ഡിസ്ക് ഒക്കെ പോകാൻ വേണ്ടി പോവാ കമ്പ്യൂട്ടറില്. നേരത്തെ ഫ്ലോപ്പി ഡിസ്കില് 1.4 മെഗാപിക്സൽ MB ഒക്കെ ഉണ്ടായിരുന്ന ഫ്ലോപ്പി ഉണ്ടായിരുന്നു, CD ഉണ്ടായിരുന്നു, പെൻ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിൽ കണ്ടു 1 GB 255 GB അതൊക്കെ പോവാൻ പോകുന്നു, ക്ലൗഡിലോട്ട് പോകുന്നു. എന്താ പറയാ, പരിധിയില്ലാത്ത മെമ്മറി. കാലം മാറുന്നു. ഞാൻ പഴയ വിശ്വാസങ്ങളും ചിന്താഗതിയും കാഴ്ചപ്പാടും പേഴ്സണാലിറ്റിയുമായിട്ട് പോകുന്നു. 2026 പിടിച്ചു നിൽക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ ബുദ്ധിയേക്കാളും 1000 ഒരു റോബോട്ടിക് സർജൻ, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് റോബോട്ട് ഒരു സർജറി ചെയ്യാൻ ഒരു മെഡിക്കൽ ഡോക്ടറേക്കാളും എത്രയോ അക്യുറേറ്റ് ആയിരിക്കും. അത് തെറ്റുപറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഡിഗ്രിയോ PGയോ ഒന്നും. ഇപ്പൊ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, BTech ഒക്കെ എവിടെ പോയി പ്രിയപ്പെട്ടവരെ? BTech പഠിച്ച പിള്ളേരെക്കാളും ഒക്കെ ഒന്നും പഠിക്കാതെ കേവലം മേസ്തിരി പണിയോ അതല്ലെങ്കിൽ നോക്കി നിന്നുകൊണ്ട് ജോലി എടുത്ത പയ്യന്മാര് BTech പഠിച്ച പിള്ളേരെക്കാൾ മനോഹരമായിട്ട് എന്താ പറയാ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ എഞ്ചിനീയറിംഗ് പഠിച്ച എന്താ പറയുക, എഞ്ചിനീയറിംഗ് പഠിച്ച എഞ്ചിനീയേഴ്സിനേക്കാൾ മനോഹരമായി വീടുകൾ ഡിസൈൻ ചെയ്യുന്നു. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? ഡിഗ്രി ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇനിയുള്ള കാലത്ത് നമ്മൾ കുറെ ഡിഗ്രിയും കുറെ സർട്ടിഫിക്കറ്റും കുറെ ഡോക്ടറേറ്റും ഇതൊക്കെ താങ്ങി പിടിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റി, മനസ്സിലായില്ലേ? നിങ്ങൾ വലയെറിഞ്ഞു, ഒരുപാട് ആൾക്കാർ വലയെറിഞ്ഞു. നിങ്ങളിലോട്ട് പക്ഷി വന്ന് വിൽക്കണമെങ്കിൽ നിങ്ങളെ വലക്കൊരു പ്രകാശം ഉണ്ടാവണം. മറ്റുള്ള വലയിൽ നിന്നും നമ്മുടെ വലക്കൊരു പ്രകാശം ഉണ്ടാവണം. മനസ്സിലായില്ലേ?
ആ പ്രകാശമാകുന്നു കോൺഷ്യസ്നസ്, ബോധം, ബോധതലം. മനസ്സിലായോ? അത് ഉയരണം. ഇനിയുള്ള കാലത്ത് ചതി, വഞ്ചന, ഈ പരിപാടി ഒന്നും നടക്കൂല. എന്തുകൊണ്ട്? എല്ലാം അണ്ടർ കൺട്രോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 നമ്മളെ മോൾഡ് ചെയ്യണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുത്തൻ ചിന്തിക്കുകയാണ്, ഞാൻ പഴയതുപോലെ തന്നെ. നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇത് കേൾക്കാനും വന്നത് വലിയ സന്തോഷം. ഞാൻ പഴയതുപോലെ തന്നെ എന്നൊരുത്തൻ ചിന്തിക്കുകയാണെങ്കിൽ അയാൾ ഗ്രാജുവലി ഔട്ടാവും. അയാളെ മോൾഡ് ചെയ്യണം. ഇത് ബോധോദയത്തിന്റെ കാലഘട്ടമാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണമുണ്ടാക്കാം. നിങ്ങൾക്ക് ദൈവം എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ പൊട്ടൻഷ്യാലിറ്റി നൽകിയിട്ടുണ്ട്. ആ കഴിവ് വെച്ച് അയാൾക്ക് പണമുണ്ടാക്കാം. അദ്ദേഹത്തിന് നൽകപ്പെട്ട ആ സ്പെഷ്യൽ കഴിവ് കണ്ടുപിടിക്കുവാനും അത് പണമാക്കി മാറ്റുവാനും അത് സേവനമാക്കി മാറ്റുവാനും ആ സേവനത്തിൽ നിന്ന് അയാൾക്ക് വരുമാനം ഉണ്ടാക്കുവാനും ഉണ്ടാക്കുന്ന വരുമാനം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാനും ഒക്കെ നമ്മൾ പഠിക്കണം. കാരണം പണം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണം, വളരെ അമൂല്യമാണ്. അതുകൊണ്ട് ഈ അമൂല്യമായതൊന്നും നമ്മളടുത്ത് വന്നാൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന തുല്യതയില്ലാത്ത സാധാരണക്കാർക്ക് പഠിക്കട്ടെ എന്ന് വിചാരിച്ച്. കാരണം ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വലിയ ഫീസ് കൊടുത്ത ആൾക്കാർ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് പണം എങ്ങനെയാണ് ഒഴുകുന്ന മനസ്സുണ്ടാക്കുക. കാരണം പണം എനർജിയാകുന്നു. പണത്തിൽ നിൽക്കാൻ സ്പേസ് ഉള്ള സ്ഥലത്ത് അത് ഒഴുകി വരും. പണത്തിൽ നിൽക്കാൻ സ്പേസ് നമ്മുടെ മനസ്സിലില്ലെങ്കിൽ, ചെറിയ ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ, ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് എന്ന് ലോട്ടറി എടുക്കും. ഇവർ ഈ ലോട്ടറി എടുക്കാൻ വേണ്ടി എടുത്ത ആ പണം ഉണ്ടല്ലോ, 10, 20, 30 വർഷമായി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു SIP-യിലോ ഒരു പോസ്റ്റൽ കുറിയിലോ ഒരു LIC-യിലോ ഒക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ അവർ കോടീശ്വരന്മാരായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അവർ ആ കോടീശ്വരത്വം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോടീശ്വരത്വമാകുന്നു. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ കുറെ എഴുതി, ഒരു 10-20 വർഷം എഴുതി ലോട്ടറി എടുത്തു, ഒരു ദിവസം ലോട്ടറി അടിച്ചു, അത് കൊള്ളാനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിച്ച വേഗത്തിൽ തന്നെ ആ പണം തീർന്നു പോകും. നിങ്ങൾ നിൽക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആദ്യം നമ്മൾ ലോട്ടറി അടിക്കാനല്ല നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചില ആൾക്കാർക്ക് 1 കോടി 2 കോടി 3 കോടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുവാ അവർക്ക് ചെയ്യേണ്ടത് അവർക്ക് തന്നെ അറിയില്ല. പക്ഷെ അവരുടെ ലൈഫ് പഴയതുപോലെ. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത്, പണം നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ മാറണം. അപ്പോൾ പണം ഒഴുകി വരും. അപ്പൊ എങ്ങനെയാ സാറേ പണം ഒഴുകി വരിക? ഇത് മാജിക് ആണോ, ഫ്യൂഡോ സയൻസ് ആണോ? അതല്ല. പണം ഒഴുകി വരണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, ബിസിനസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ആശയങ്ങൾ വരണം, അത് ചെയ്യാൻ വ്യക്തികൾ വരണം, വന്നാൽ തന്നെ അവർ നമ്മളെ കൂടെ നിൽക്കണം. അങ്ങനെ നിൽക്കണമെങ്കിൽ, ആശയം തോന്നണമെങ്കിൽ പണം വരാൻ ഉള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ ആവണം. അപ്പോഴേ അങ്ങനത്തെ ആൾക്കാരും ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. അപ്പോ 2026 നമ്മൾ പണക്കാരനാവാൻ വേണ്ടി നോക്കണം. അത് നിങ്ങളെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹാപ്പി പാർക്കിന്റെ മണി മൈൻഡ് സെറ്റിംഗ്. തുല്യതയില്ലാത്ത 2024 ജനുവരി 1 തുടങ്ങിയത്, 2025 ജനുവരി 1 തുടങ്ങിയതാണ് മണി മൈൻഡ് സെറ്റിംഗ്. ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലോട്ട് എന്താണ് പണത്തിന്റെ കളി, അതിന്റെ എന്താ പറയാ, ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ കൊടുക്കുന്നു. എന്താണ് പണം വരാത്തത്, എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, എങ്ങനെയാ കുടുങ്ങിക്കിടക്കുന്ന ആ ബ്ലോക്കിനെ മാറ്റാം. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ ബ്ലോക്കിനെ മാറ്റിയിട്ട് ചിന്താഗതി മാറ്റുക. അപ്പോൾ നമുക്ക് അനുസ്യൂതമായ അനുകൂലമായ രൂപത്തിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഇതാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ 2026 ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ ഹെൽത്തിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കണം സഹോദരന്മാരെ. മനസ്സിലായില്ലേ? ഹെൽത്തിലോട്ട് ഞാൻ ചോദിക്കട്ടെ, ഹെൽത്ത്, ഒരു കോടീശ്വരൻ ICU-യിൽ കിടന്നിട്ട് ശ്വാസം കിട്ടാതെ ഇങ്ങനെ അയാളുടെ ബാങ്ക് ബാലൻസ് 100 കോടി. ഒരുത്തൻ അങ്ങാടിയിലൂടെ മത്സ്യം വാങ്ങി വീട്ടിലോട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. ആരാ കോടീശ്വരൻ?
ആരോഗ്യമുള്ളവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, ഫുഡിനെ നിയന്ത്രിക്കണം, ഭാരത്തെ നിയന്ത്രിക്കണം. എന്തൊരു സുഖമായി ഇതൊക്കെ ചെയ്താൽ ജീവിക്കാൻ. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നു. പല ജിമ്മിലും നമ്മൾ മെമ്പർഷിപ്പ് ഉണ്ട്, യോഗ ചെയ്യുന്നു. ഇതൊക്കെ നേരത്തെ ചെയ്തു വന്നതുകൊണ്ട് ഇന്ന് ഒരസുഖമില്ല. മനസ്സിലായോ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ആ റിസ്ക് ആണിത്. രാവിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് റിസ്ക് ആകുന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യം കൂടി, നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാതെ, എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, ഒരൊറ്റ വാഹനമാണ് നമുക്കുള്ളത്, അത് നമ്മുടെ ശരീരം. അതല്ലെങ്കിൽ ഒരൊറ്റ കാറാണ് നമുക്കുള്ളത്, ഒരൊറ്റ കാറ്. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഏറ്റവും വില കൂടിയ ലക്ഷറി കാർ, ഒറ്റ കാറേ ഉള്ളൂ. വേറെ കാർ നമുക്ക് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ആ കാറിനെ മെയിൻറ്റെയിൻ ചെയ്യും. ആ കാറിൽ കൊണ്ടുപോയി നമ്മൾ മണ്ണെണ്ണ ഒഴിക്കോ? ഇല്ല, പെട്രോളെ ഒഴിക്കൂ. കൃത്യമായി കറക്റ്റ് ഓയിൽ സർവീസ്. എന്തെങ്കിലും സ്പെയർ പാർട്സിന് ഇഷ്യൂ എന്ന് അപ്പം മാറ്റും. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ശരീരം അതുപോലെ. ഇതിന് കേടുവന്നാൽ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ശരീരത്തെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം. കള്ളു കുടിച്ചും ഉറക്കമൊഴിച്ചും അനാരോഗ്യകരമായ ഭക്ഷണം കഴിച്ചും വ്യായാമം ചെയ്യാതെ ഉള്ള കൊഴുപ്പുകളും ഷുഗറും ഒക്കെ അടിഞ്ഞുകൂടി ഒരു പിശാചിന്റെ ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റരുത്. മനസ്സിലായില്ല? നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങൂ. 2026 ശരീരത്തെ ശ്രദ്ധിച്ചു തുടങ്ങൂ. എക്സസൈസ് ചെയ്യൂ, സമയത്തിന് ഉറങ്ങൂ, നല്ല ഫുഡ് സെലക്ട് ചെയ്യൂ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകുന്നു നമ്മൾ. ഇന്നലകളിലും മര്യാദകളിലും നമ്മൾ കഴിച്ച ഭക്ഷണമാകുന്നു നമ്മൾ. അതും വൈറ്റ് മണി, അതായത് ഒരാളെയും വഞ്ചിച്ചതോ പറ്റിച്ചതോ ആയ ഒരു മണി വറ്റുപോലും നമ്മുടെ അകത്തോട്ട് പ്രവേശിപ്പിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ പറയാറുണ്ട് എപ്പോഴും, എല്ലാത്തിനും 3 രൂപമുണ്ട്. ഒന്ന് അതിന് സ്ഥൂലരൂപം, മറ്റൊന്ന് സൂക്ഷ്മരൂപം, മറ്റൊന്ന് അതിസൂക്ഷ്മരൂപം. നമ്മളൊരു പപ്പായ കഴിച്ചാൽ, നമ്മളൊരു ചോറ് കഴിച്ചാൽ, നമ്മളൊരു മത്സ്യം കഴിച്ചാൽ, അതിന്റെ സ്ഥൂലരൂപം അടുത്ത ദിവസം പുറത്തോട്ട് പോവും, വിസർജ്യമായി പോവും. അതിന്റെ സൂക്ഷ്മരൂപം നമ്മുടെ ശരീരത്തിലോട്ട് പോവും. അതിലെ മിനറൽസുകൾ, വൈറ്റമിൻസുകൾ, അതിലടങ്ങിയിട്ടുള്ള കാൽസ്യം, ലവണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് പോകും, ശരീരമായി മാറും. അതിന്റെ അതിസൂക്ഷ്മരൂപം നമ്മുടെ പ്രാണനിലേക്കും. അതുകൊണ്ടാണ് ആരെ പറ്റിച്ചതോ വഞ്ചിച്ചതോ അനർഹമായതൊന്നും കഴിക്കരുത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മമായി പ്രവർത്തിക്കും, അത് രോഗമുണ്ടാക്കും. അതിസൂക്ഷ്മമായി നമ്മുടെ പ്രാണന്റെ ശക്തി കുറക്കും. പ്രാണന്റെ ശക്തി കുറക്കുമ്പോൾ ആത്മീയ ശക്തി കുറയുമ്പോൾ എല്ലാം കുറയും. അതുകൊണ്ടാ പറയുന്നത്, നല്ല ഭക്ഷണം കഴിക്കുക. ആരെയും പറ്റിച്ചേയും വഞ്ചിച്ചതും ഒന്നും അല്ല, അങ്ങനത്തെ ചിന്ത പോലും പാടില്ല. ഇതാകുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് 2026 നന്നായിട്ട് പണം ഉണ്ടാക്കാൻ പഠിക്കണം, ശരീരത്തെ ശ്രദ്ധിക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ശരീരത്തിൽ രോഗം വന്ന് കടപ്പിലായ ഒരാൾക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ. എന്താഗ്രഹം? എങ്ങനെയെങ്കിലും ഈ രോഗം ഒന്ന് മാറിക്കിട്ടണം, ഈ അസുഖം ഒന്ന് മാറിക്കിട്ടണം. ദൈവമേ, ഇയാൾക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. അസുഖം വരാത്തവന്, ആരോഗ്യത്തോടെ നടക്കുന്ന 100 ആഗ്രഹങ്ങൾ ഉണ്ടാവും. രോഗം വന്നാൽ പിന്നെ ഒറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ, എങ്ങനെയെങ്കിലും ഈ അസുഖം ഒന്ന് ശരിപ്പെടണം. ഒരാൾക്ക് ശ്വാസം കിട്ടുന്നില്ല, അയാൾക്കൊരു കോടി കിട്ടണം നല്ല ആഗ്രഹിക്കുക. ദൈവമേ, എങ്ങനെയെങ്കിലും ഈ ശ്വാസം ഒന്ന് കിട്ടിയാൽ മതി. ഞാൻ പറയുന്നത്, ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാകുന്നു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇതൊന്ന് തിരിച്ചു കിട്ടിയാൽ മതി എന്നതോട്ട് മടങ്ങും. ഉണ്ടാക്കിയതെല്ലാം അവിടെ പോവും. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുവാനും, ഉറക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുവാനും, ഭക്ഷണത്തിൽ നിന്നും ഷുഗറിനെ പരിപൂർണമായും ഒഴിവാക്കുവാനും, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുവാനും, എല്ലാ ദിവസവും കൊഴുപ്പടങ്ങിയ, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ, കാർബോഹൈഡ്രേറ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ആവശ്യമാണത്. പക്ഷെ അത് അമിതമാണ് കഴിക്കുന്നത്. ഒരു ചോറ് കഴിക്കുമ്പോൾ അതിന് 80% കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ചപ്പാത്തി കഴിക്കുമ്പോൾ ഒരു 70% ഉണ്ട്, ഒരു 10% കുറവുള്ളൂ. പഞ്ചസാര കഴിക്കുമ്പം ചോറ് കഴിക്കുന്നതിനേക്കാൾ 20 കൂടുതൽ, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായി? ഇതൊന്നും ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്.
പരമാവധി ഇലക്കറികളും. ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ അതിൽ 6% ഷുഗർ ഉള്ളൂ. മനസ്സിലായോ? ഒരു നാരങ്ങ കഴിക്കുമ്പോൾ 13-14. എനിക്കതൊരു കറക്റ്റ് ഞാൻ ഒരു റെഫർ ചെയ്ത് പറയുന്നതല്ല. ഞാൻ പറയുന്നത് പരമാവധി ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളും കഴിക്കുമ്പോൾ അതിൽ വളരെ കുറഞ്ഞ അളവേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ രൂപത്തിൽ കുറച്ച് വെജിറ്റബിൾസിലോട്ടും ഫ്രൂട്ട്സിലോട്ടും മിനറൽസിലോട്ടും വൈറ്റമിൻസിനൊക്കെ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നോക്കി കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക. കാരണം ഈ സാധനം നഷ്ടപ്പെട്ടാൽ, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, പിന്നെ എല്ലാ ആഗ്രഹങ്ങളും ചുരുങ്ങും. പിന്നെ അവന് അമേരിക്കയിലോട്ട് പോവണ്ട, യൂറോപ്പിലോട്ട് പോവണ്ട, അവന് കോടിപതിയാവണ്ട, അവന് കള്ളു കുടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എങ്ങനെയെങ്കിലും ഇത് ശരിയായാൽ മതി, അതിലോട്ട് പോകരുത്. അതുകൊണ്ട് 2026 ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വർഷമായിട്ട് മാറുക. അതുപോലെ തന്നെ ബന്ധങ്ങളെയും മനസ്സിനെയും. മനസ്സ്, അതാണ് ഹാപ്പി പാർക്ക്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവര്, എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ എത്ര പേർ ആദ്യമായിട്ട് ഹാപ്പി പാർക്കിന് ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര ആളുകൾ ആദ്യമായിട്ട് ഹാപ്പി പാർക്കിന്റെ കൂടെ വരുന്നു ഒന്ന് ടൈപ്പ് ചെയ്തേ. ഹാപ്പി പാർക്കിന് ആദ്യമായി കേൾക്കുന്ന ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ് ടൈപ്പ് ചെയ്താൽ മതി. യെസ്സോ മീയോ ഏതെങ്കിലും ടൈപ്പ് ചെയ്തേ. ആദ്യമായിട്ട് ഹാപ്പി പാർക്ക് വരുന്ന ആൾക്കാർ. ശരി, കുറെ ആൾക്കാർ യെസ് ടൈപ്പ് ചെയ്യുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്. ശരി, ഞാൻ പറയുന്ന സഹോദരന്മാരെ, ഈ ആദ്യമായിട്ട് വരുന്നവരോടൊക്കെ പറയുന്നു, നേരത്തെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാ ദിവസവും വരുന്നവരുണ്ട്. എല്ലാ ദിവസവും അല്പസമയം മനസ്സിനെ ക്ലീൻ ചെയ്യുക. ഇപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് കേട്ടപ്പോ ഇപ്പോ തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള ഇൻസ്പിറേഷൻ കിട്ടി, ആത്മാവിനെ മെച്ചപ്പെടുത്തുവാൻ ഇൻസ്പിറേഷൻ കിട്ടി, മനസ്സിനെ മെച്ചപ്പെടുത്തുവാൻ ഇൻസ്പിറേഷൻ കിട്ടി, റിലേഷൻഷിപ്പിനെ മെച്ചപ്പെടുത്തുവാൻ ഇൻസ്പിറേഷൻ കിട്ടി, ആകെ മൊത്തം ടോട്ടൽ നല്ലൊരു പേഴ്സണായി മാറുവാൻ ഇൻസ്പിറേഷൻ കിട്ടി. ഇത് എന്നും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറും. പക്ഷെ നാളെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ തോന്നൂല, കാരണം വേദനയാകുന്നു. 6:30 എങ്ങനെ എഴുന്നേൽക്കും സർ? നല്ല തണുപ്പാകുന്നു. ഇന്നലെ നേരം വൈകി മൊബൈൽ കണ്ട് സിനിമ കണ്ട് 2 മണിക്കാ ഉറങ്ങിയത്, പിന്നെ എങ്ങനെ എഴുന്നേൽക്കും സർ? 2 മണിക്കൊക്കെ എന്തുവാ പറയാ? നമുക്കൊക്കെ ഈ സമയം കഴിയുമ്പോഴേക്കും പേടിയാണ്. ഞാനിപ്പോ ആലോചിക്കുന്നു, ചില ആൾക്കാരൊക്കെ എല്ലാ രോഗവും ഉണ്ട്, പക്ഷെ രാഷ്ട്രീയം മറ്റൊക്കെ പറഞ്ഞിട്ട് രാത്രി 2 മണി 3 മണി ഈ ഒരു രസത്തിൽ എന്തുവാ ഇതിലൊക്കെ ഉള്ള രസം എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പാർട്ടി അങ്ങനെ, ഇവനിങ്ങനെ, ഈ ആളുകളുടെ പച്ചമാംസവും കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ. ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 നമ്മുടെ മനസ്സിനെയും റിലേഷൻഷിപ്പിനെയും നമ്മൾ എന്താ പറയാ ഹാർമണിയിലോട്ട് കൊണ്ടുവരണം. എല്ലാം സ്മാർട്ടാണ് ഇപ്പോ. സ്മാർട്ട് ഫോൺ, സ്മാർട്ട് കാർ, റിലേഷൻഷിപ്പില് മെന്റൽ സ്ട്രെങ്തില് വീക്ക്. അത് പാടില്ല. കാരണം നമുക്ക് എന്തുണ്ടായാലും ഒരു കോടീശ്വരൻ, അയാളടുത്ത് 100 കോടിയുണ്ട്, 1000 കോടിയുണ്ട്, അയാൾക്ക് സ്നേഹിക്കുവാൻ ഒരാളില്ല. അയാളെ സ്നേഹിക്കാൻ ഒരാളില്ല. അയാൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോ നമുക്ക് ഓമനിക്കുവാൻ മക്കൾ, നമ്മളെ പേര് വിളിക്കുവാൻ, നമുക്ക് പേര് വിളിക്കുവാൻ നമുക്ക് ചുറ്റും ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ വില മനസ്സിലാവാത്തത്. ഇത് ഇല്ലാണ്ട് ആയി നോക്കണം. മനസ്സിലായില്ലേ? പല ആളുകൾക്കും സ്വന്തം വീട്ടിലെ ഭാര്യയുടെയും അല്ലെങ്കിൽ ഭർത്താവിന്റെയും മക്കളുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വിലയൊന്നും അറിയില്ല. പുറം മോടിയിൽ. മനസ്സിലായില്ലേ? കാരണം അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ ആരോടും ബന്ധമില്ല. അമേരിക്കയിലവനോട് ചാറ്റ് ചെയ്യും, തൊട്ടപ്പുറത്തുള്ള നമ്മുടെ പിതാവിന്റെ സഹോദരന്മാരുടെ മക്കളുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒറ്റപ്പെടൽ പതുക്കെ വരും. ഞാൻ പറയുന്നു, ഒറ്റപ്പെടലിനേക്കാൾ വലിയ വേദന വേറെയില്ല. അപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഹാപ്പി പാർക്ക് ഉണ്ട്, 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, എല്ലാ ദിവസവും ഒത്തിരി ആൾക്കാർ പ്രോഗ്രാം കേൾക്കാൻ വരുന്നു. ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ എൻ്റെ ബന്ധത്തിന് അതിശക്തമായ വില കൊടുക്കണം. ഞാൻ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം.
എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാല്യൂ കൊടുക്കണം, എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കണം, ഇവരാകുന്നു എൻ്റെ ബന്ധം. ഒരുത്തൻ ചിന്തിക്കാണ് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഇവന് വല്ല ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഏത് ഫോളോവറാ വന്ന് ഇവനെ ട്രീറ്റ് ചെയ്യുക? മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെയുള്ള പുറംപോച്ചുകൾ വഞ്ചിതരാവരുത്. റിലേഷൻഷിപ്പിനെ മനോഹരമാക്കണമെന്ന് സഹോദരന്മാരെ. മനസ്സിലായി? റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കൊളാപ്സ് ആകുന്നു. അതുകൊണ്ട് അവസാനമായി ഞാൻ ഇത്രയും കൂടി കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗോൾ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഗോളുകൾ സെറ്റ് ചെയ്ത് വെക്കണം. ഉദാഹരണമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം 2024 ട്രഷർ എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 6 ബാച്ചുകൾ കഴിഞ്ഞ് 7ാമത്തെ ബാച്ച് തുടങ്ങി. ഈ 7 ബാച്ചിൽ ഞാൻ പുതിയ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തു. ഞാനും എൻ്റെ കൂടെയുള്ളവരോട് സെറ്റ് ചെയ്യിച്ചു. ഗോളുകൾ സെറ്റ് ചെയ്ത് നമ്മുടെ ബുദ്ധിക്ക് മുകളിൽ ബോധത്തെ ഉയർത്തുമ്പോൾ അതിനുള്ള വഴികളെല്ലാം തുറന്നു കിട്ടുന്നു എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഗോൾ സെറ്റിങ്ങിന് അതിശക്തമായ പവറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അതൊക്കെ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ പറയണം. ഗോൾ സെറ്റിങ്ങിന് തന്നെ 2 മണിക്കൂർ ഒരൊറ്റ സെഷൻ ഞാൻ ട്രഷറിലെ ക്ലാസ്സിൽ കൊടുക്കാറുണ്ട്. വീണ്ടും ഗോൾ സെറ്റിംഗ് തീരായിട്ട് വീണ്ടും 2 മണിക്കൂർ, വീണ്ടും 2 മണിക്കൂർ, അങ്ങനെ 5ഓ 6ഓ മണിക്കൂറുകൾ ആളുകൾക്ക് സമയം കൊടുത്തിട്ടാണ് അവരുടെ ഗോളുകൾ സെറ്റ് ചെയ്ത് അവരുടെ ലൈഫിലെ കൃത്യമായ പോരായ്മകൾ അവർക്ക് പോലും ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അതിനെ ഫില്ല് ചെയ്ത് കൃത്യമായ രൂപത്തിൽ ഒരു എന്താ വേണ്ടത് എന്നത് എഴുതിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, അതൊന്നും ഇപ്പൊ ഇതിന് സമയമില്ല, അതിന് വേറൊരു കോഴ്സ് ആകുന്നു. പറ്റുന്ന ആൾക്കാർക്ക് 2026 ഏപ്രിൽ മെയ്യിലൊക്കെ നമ്മൾ ട്രഷർ ഒന്നുകൂടി തുടങ്ങും. ആ സമയത്ത് ഒന്നുകൂടി പങ്കെടുക്കുക. ഇനി ഒരിക്കലും അതിൽ പങ്കെടുക്കാൻ, ഈ ബാച്ചിൽ പങ്കെടുക്കുവാൻ അവസരമില്ല. അത് ക്ലോസ്ഡ് ആണ്. കാരണം അത് ആ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും റിസൾട്ടും വരുന്നത്. പക്ഷേ 2026 ആദ്യത്തെ മണി മൈൻഡ് സെറ്റിംഗ് ഈ വരുന്ന ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ച വരുന്നുണ്ട്. ഒന്ന് പങ്കെടുത്തോളൂ. അതിന് വലിയ ഫീയും കാര്യമൊന്നുമില്ല. ഒന്ന് പങ്കെടുത്ത് നോക്കൂ. പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഒരാൾ ചിന്തിക്കണം, ഇതൊക്കെ വേണോ? ഇതൊക്കെ ഇപ്പൊ നമ്മൾ അറിയുന്ന കാര്യങ്ങളല്ലേ പറയാ? ഒന്നുമല്ല. നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒന്നും അറിയില്ല. നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പണക്കാരനായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനോഹരമായ പേഴ്സണാലിറ്റി ഉണ്ടാവും, നല്ല ബന്ധങ്ങൾ ഉണ്ടാവും, നല്ല കുടുംബം ഉണ്ടാവും. ഒരു സംശയാഭിഷേകത്തിനില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രധാനപ്പെട്ട കുറച്ച് ഗോൾസുകൾ എല്ലാവരും എഴുതി വെക്കണം. മനസ്സിലായില്ലേ? അതുപോലെ കുറച്ച് ശീലങ്ങൾ, എന്തൊക്കെ ശീലമാണ് ഉണ്ടാവേണ്ടത്? പ്രിയപ്പെട്ടവരെ, രാവിലെ എഴുന്നേൽക്കാനുള്ള ശീലം, വ്യായാമം ചെയ്യാനുള്ള ശീലം, പുസ്തകം വായിക്കാനുള്ള ശീലം, ഇങ്ങനെ കുറച്ച് ശീലങ്ങൾ എഴുതി വെച്ചോളൂ. അവോയ്ഡ് ആക്കുവാനുള്ള ശീലങ്ങൾ, മദ്യപാനം, പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനി മാക്സ് ടെക്നിക്സ് തന്നെ പറയും. മിനി മാക്സ്, അതായത് ഒറ്റയടിക്ക് നിർത്തുകയല്ല. നമ്മളൊരു റീഹാബ്, എന്താ പറയാ, ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൊണ്ടുപോവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് മദ്യം നിർത്തല്ല ചെയ്യും. അവർ മരുന്ന് കൊടുക്കും. ആ മരുന്നിലും എന്തുണ്ടാവും? കുറച്ച് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അയാളെ ബോഡി പെട്ടെന്ന് എന്താവുക? പ്രശ്നം ഉണ്ടാവില്ല ആ മെഡിസിനിൽ. പിന്നെ ഈ ആൽക്കഹോളിന് പകരം അവർക്ക് ഒരുതരം ബോഡിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊടുക്കും. അപ്പോ ബോഡി എന്ത് ചെയ്യും? ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു അസ്വസ്ഥതയുള്ള ഒരു സംഭവമായിട്ട് ബോഡി മെമ്മറിയിൽ വരുന്നു. അങ്ങനെയാണ് പതുക്കെ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നത്. നമ്മളവിടെ പോവാതെ സ്വന്തമായി ചെയ്യുമ്പോൾ നമുക്ക് ഈ മിനി മാക്സ് ടെക്നിക്സ് ഉപയോഗിക്കാം. ആ രൂപത്തിൽ എഴുതി വെക്കാം. ട്രഷർ പോലെ കോഴ്സിൽ പങ്കെടുത്തോളൂ. അതുപോലെ തന്നെ EFT പോലെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തോളൂ. അങ്ങനെയും നമുക്ക് അതിനൊക്കെ ഒഴിവാക്കുവാൻ സാധിക്കും. അതുപോലെ ഒരു 5ഓ 10ഓ വിജയിച്ച വ്യക്തികളെ സെലക്ട് ചെയ്യുക. MA യൂസുഫ് അലി, മുകേഷ് അംബാനി, ജെഫ് ബസൂസ്, ബിൽ ഗേറ്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവരെ സെലക്ട് ചെയ്ത് ഒരു 5ഓ 10ഓ ആളെ, ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വർക്കായിട്ട് എല്ലാ ദിവസവുമാണ് വീഡിയോ കാണുക. പതുക്കെ പതുക്കെ അവരുടെ വൈബിലോട്ട് നമുക്ക് മാറാൻ പറ്റും. മനസ്സിലായി? ഒരു 5 ബുക്ക് സെലക്ട് ചെയ്യുക വായിക്കാൻ വേണ്ടി. 2026
പൂർത്തിയാക്കുമ്പോഴേക്കും എനിക്ക് വായിക്കണം എന്നുള്ളത് ഞാനൊക്കെ മിനിമം പറയാണ്. അതിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പുസ്തകം കൂടി പറയുന്നു. വിജയത്തിന്റെ രസതന്ത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. വനത്തിൽ തിരയുക വായിക്കാം. സെലക്ട് ചെയ്തോളൂ. ഒരു 5 ബുക്ക് മിനിമം. നിങ്ങളെ വഞ്ചിക്കുകയോ ചതിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കും. മനസ്സിലായില്ലേ? ഒരു നല്ല സംഘത്തിനോട് കൂടെ യാത്ര തുടങ്ങും. എന്റെ പുസ്തകത്തിൽ ഞാൻ കൃത്യമായി എഴുതിയിട്ടുണ്ട്, സംഘവും ആൾക്കൂട്ടവും രണ്ടും രണ്ടാകുന്നു. സംഘം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ലക്ഷ്യബോധമുണ്ട്. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യബോധമില്ല. ഞാൻ ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നത് ആൾക്കൂട്ടം ആരാണ്, സംഘം ആരാണ്. നിങ്ങളൊരു സംഘത്തിന്റെ കൂടെയാണെങ്കിൽ നിങ്ങൾ ഒരു ഒരു എന്താ പറയാ, കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സിലൂടെ നയിക്കപ്പെടും. ഒരു ആൾക്കൂട്ടത്തിന്റെ കൂടെയാണെങ്കിൽ നിങ്ങളുടെ ശക്തിയൊക്കെ എടുക്കപ്പെടും. അതുകൊണ്ട് ഒരു സംഘത്തിന്റെ കൂടെ ആവുക. മനസ്സിലായില്ലേ? അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് കോഴ്സുകളൊക്കെ പങ്കെടുക്കുക 2026. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വർഷം എല്ലാവർക്കും സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, ആരോഗ്യത്തിന്റെ ഒരു വർഷമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായോ ഇല്ലേ? സംസാരിക്കാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ട് ചോദിക്കാം. ഓക്കെ. Thank you, sir. Thank you. Very good. Thank you, sir. എന്തെങ്കിലും Thank you, ചോദിക്കാനുണ്ടോ? sir. Thank you. Happy New Year. Thank you, Happy New Year, sir. Thank you. Happy Thank New you, Year. sir. Thank you so much. Thank you. എല്ലാവർക്കും Sir, thank you, sir. Happy New Year. Happy New Year, sir. Happy New Year. Happy New Year. Happy New Year. Happy New Year, sir. Happy New Year. Thank you, sir. Happy New Year. Happy New Year. Thank you. Happy New Year. Happy New Year. Thank you, thank you. Very nice class. നല്ല ക്ലാസ് ആയിട്ടുണ്ട് സാറേ. Thank you. Happy New Year. Good morning. Morning all. Thank you, അതിൽ കൂടെ sir. പറയാനുള്ള ഒരു കാര്യം, Thank you. Happy New Year. Thank you, sir. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, നാളെ മുതൽ എല്ലാവരും രാവിലെ റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുക്കുക. ഈ മാസം 6-ാം തീയതി നമ്മൾ മണി മൈൻഡ്സെറ്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം 18-ന് കോഴിക്കോട് വെച്ച് EFT ഉണ്ട്, 25-ന് എറണാകുളത്ത് വെച്ച് EFT ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 2026-ൽ ഇനി ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇതൊന്നും ഇല്ലാതെ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കോഴ്സുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ, റിപ്പയറിംഗ് നടത്താതെ, പഴയ ചിന്താഗതിയും കാഴ്ചപ്പാടും വെച്ച് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതാണ് അവസ്ഥ. ശരി, ഇനി എന്ത് ചോദിക്കാനുണ്ടോ? താങ്ക് യു സാർ. സാറേ, എന്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരുടെ ഒരു ആശംസ വേണം. ഓക്കെ, ആളാരായിരുന്നു? ഉഷാഘോഷ്. ഓക്കെ, എല്ലാവരും ഒരു വിഷ് ചെയ്തേ, അവർക്ക് ഒരു വിഷ് ചെയ്തേ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Happy birthday. Happy birthday to you. Happy birthday. Happy birthday. Happy New Year. Happy birthday. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഹാപ്പി പാർക്കിനെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതിന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മനോഹരമായ ഒരു സംഘത്തോടൊപ്പം നമുക്ക് വിജയത്തിലോട്ട് കുതിക്കാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ ലിങ്ക് കിട്ടാൻ നമ്മുടെ നമ്പർ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരില്ലേ? ഉണ്ട്. നിങ്ങൾ എവിടുന്നാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിന്റെ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ ഇവിടെ തരാം. ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാലും മതി കേട്ടോ. ഓക്കെ സാർ, എനിക്കൊരു ഫ്രണ്ട് തന്നതായിരുന്നു. ഫസ്റ്റ് ആണ് ഇതിൽ കേറുന്നത്. Happy birthday ഫ്രണ്ട് to you. തന്നതായിരുന്നു. വയനാട്ടിലാണ് ഞാൻ. സാറേ, ഇന്ന് വലിയ പ്രയാസമായിരുന്നു. ഇന്ന് ലിങ്ക് വഴി കയറാൻ വലിയ പ്രയാസമായിരുന്നു സാർ. കുറെ കഴിഞ്ഞിട്ടാണ്. ഇന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്, അതുകൊണ്ടാണ്. അതെ സാർ. ഹലോ സാർ. പറയൂ. മരുമോന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടൊന്ന് ബ്ലസ് ചെയ്യണം. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക. അവർക്ക് വളരെ മനോഹരമായി ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കട്ടെ. ഒരുപാട് കാലം ആയുരാരോഗ്യത്തോടു കൂടി മക്കളുടെയും പേരമക്കളുടെയും
ഒക്കെ സന്തോഷ നിമിഷങ്ങൾ കാണുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് എല്ലാവരും ബ്ലെസ് ചെയ്യാം. തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ സാർ, ഓക്കെ. ശരി, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഇന്നത്തെ കാര്യം ചോദിച്ചോട്ടെ? ആ സാറ് പറഞ്ഞല്ലോ ഈ എക്സർസൈസ് ചെയ്ത് ഫുഡൊക്കെ എന്താണ് ഷുഗറൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ കിടന്നോ നീച്ചോ? ആരാണ് ഈ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളെ വീട്ടിലെ ടോക്കൊക്കെ അങ്ങോട്ട് കേൾക്കും, ഐഡിയ ആൾക്കാർ കാണും. അതുകൊണ്ട് സൂമിലൂടെ സംസാരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഇപ്പോ ലാലി ജെയിംസ് എന്ത് പറഞ്ഞു? സാറ് പറഞ്ഞല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ സാറ് പറഞ്ഞതിന്റെ ചോദിക്കുകയാണ്, ഈ ഷുഗറൊക്കെ കട്ട് ചെയ്ത് എക്സർസൈസ് ചെയ്ത് മാക്സിമം ബോഡിയൊക്കെ ശ്രദ്ധിച്ച് ഹെൽത്ത് ശ്രദ്ധിച്ചൊക്കെ ജീവിക്കണമെന്ന്. പക്ഷെ ചിലര് പറയുന്നത് അങ്ങനെയൊക്കെ എല്ലാം ജീവിതത്തിലെ സന്തോഷവും സുഖവും ഒക്കെ വെടിഞ്ഞിട്ട് കുറെ കാലം കൂടെ അങ്ങ് ജീവിച്ചിട്ട് എന്താ കാര്യം, അപ്പൊ നമ്മൾ ജീവിക്കുമ്പോ എല്ലാം കുടിച്ചും തിന്നും ജീവിക്കണം എന്ന് പറയുന്നവരോട് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി. ഞാൻ ചെയ്യുന്നതല്ല, ഇങ്ങനെ പറയുന്നവർ. ഓക്കെ ലാലി ജെയിംസ്, അവരോട് അങ്ങനെ ജീവിക്കാൻ പറയൂ. അതായത് നമ്മള് ഞാൻ ചോദിക്കട്ടെ, ഒരു കാറ് എന്തിനു ശ്രദ്ധിക്കണം? നമ്മൾ കുണ്ടും കുഴിയും എല്ലാം ചാടിച്ച് എന്തിന് കറക്റ്റ് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാൻ ക്യാഷ് എത്ര കൊടുക്കണം? അതൊക്കെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. അത് പിന്നെ കുറച്ച് കാലല്ലേ കാറുള്ളൂ, എന്താ എന്തിനു പറ്റിയ ഇൻഷുറൊക്കെ തട്ടും എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ അടിച്ചു പൊളിച്ചു പോവാം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് മാത്രമല്ല, ഈ ഡിസിപ്ലിനിലാണ് സുഖം. ഞാൻ ഈ പറയുന്നതിലാണ് സുഖമുള്ളത്. ഏതില്? എക്സസൈസ് ചെയ്ത് ഭക്ഷണമൊക്കെ അതിലാണ് സുഖമുള്ളത്. എന്തൊരു സുഖ ജീവിക്കാൻ, അസുഖങ്ങളില്ല, സന്തോഷം, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും കുളിർമ. ഇതവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് തിരിച്ചറിയുക. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെ ഉപദേശിക്കാൻ വേണ്ടി പോവാണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. ഹലോ സാറേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങക്ക് കോട്ടയത്ത് ഒരു വഴിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു, 15 സെന്റ് സ്ഥലം. അപ്പൊ അതൊരു കുന്നിന്റെ മുകളിലാണ്, വഴിയൊന്നും വരാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പൊ ഞങ്ങൾ കേൾക്കുന്നില്ല, പറയുന്നൊന്നും കേൾക്കുന്നില്ല. വഴിയെല്ലാം കിട്ടിയെന്നാണോ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇനിയിപ്പോ എന്റെ തകരാറാന്ന് അറിയില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. സാർ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം പറഞ്ഞോളൂ. വഴിയില്ലാത്ത സ്ഥലം നിങ്ങൾ വീഡിയോ ഓഫ് ആക്കി സംസാരിച്ചാൽ ക്ലാരിറ്റി ഉണ്ടാവും. ഷീജമോൾ. ഓക്കെ സാർ. ഓക്കെ. സാർ, ഒരു ഗുഡ് ന്യൂസ് ആയിരുന്നു, സന്തോഷ വാർത്ത പറയാനായിരുന്നു. പറയൂ. കേൾക്കാമോ സാർ? കേൾക്കാം. ഇനി പെട്ടെന്ന് പറഞ്ഞോളൂ. കേൾക്കാം. ശരി. ഞങ്ങൾക്ക് കോട്ടയത്ത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു 15 സെന്റ് സ്ഥലം. അത് വഴിയൊന്നും വരാനൊന്നും ചാൻസ് ഇല്ലാതെ ഒരു കുന്നിന്റെ മുകളിലുള്ള സ്ഥലമായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ അവിടെ ഒരു യാതൊരു ചാൻസും ഇല്ല കുന്നിന്റെ മുകളിൽ വഴിയൊന്നും വരാം. അപ്പൊ ഞങ്ങൾ അത് സെറ്റിൽ അവിടുന്ന് മാറി. ഞാൻ ഈ ഹാപ്പി പാർക്കിൽ വന്നതിന് ശേഷം ഞങ്ങൾ എറണാകുളത്തേക്ക് ഇതിന് വീടെടുത്ത് മാറി. പക്ഷെ ഇപ്പം ഇന്ന് രാവിലെ സുഹൃത്തും പറഞ്ഞു, അതിലെ ഒരു റോഡ് വന്നു, നമ്മുടെ അതിര് ഫുള്ള് തീരുന്നവരെ ഒരു റോഡ് വന്നു, വലിയ വാഹനം ഇറങ്ങി വരാവുന്ന റോഡ് വന്നു. അപ്പൊ അതില് മെമ്പർ വന്നു ആ റോഡ് കോൺക്രീറ്റ് ചെയ്യാനും കൂടെ ഉള്ള പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അത് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇന്ന് ആ സന്തോഷ വാർത്ത കേട്ടാണ് ഞാന് എന്റെ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ വർഷത്തെ ആരംഭിക്കുന്നത് എന്റെ ആ ഒരു നല്ല സന്തോഷ വാർത്ത. ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല അത്. വെരി ഗുഡ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഈ ഹാപ്പി പാർക്കിൽ നിങ്ങൾ ഈ മണി മൈൻഡ് സെറ്റും പ്രഷറും ഒക്കെ പങ്കെടുത്ത ജീവിതം അടിമുടി മാറുന്ന ഉറപ്പല്ലേ? ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ട്, നല്ല പോസിറ്റീവ് അനുഭവങ്ങൾ ഒരുപാട്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാഡം, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഹാപ്പി പെർസാറിന് നല്ല കാര്യങ്ങളും അഫർമേഷൻസ് ഒക്കെ തന്ന ഈ അഫർമേഷൻ ഒക്കെ ചെയ്യുന്നതിന്റെയും ഒക്കെ ഒരു ഗുണകരമായ അനുഭവങ്ങളാണ് ഇതൊക്കെ. ഓക്കെ.
ഏതായാലും 2026 മനോഹരമാട്ടെ എല്ലാവർക്കും. ഓക്കെ, സാർ. സന്തോഷം. ഹലോ, പറയൂ മുജീബ് സാർ, പറയൂ. നമ്മള് ഇപ്പൊ സ്ഥിരമായിട്ട് ഇന്നിപ്പോ 2026 പുതിയൊരു നിയമം, പുതിയൊരു നമ്മളൊരു നോട്ട് ബുക്ക് ചെയ്തൊക്കെ തീരുമാനം എടുത്തുകൊണ്ട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാല് അടക്ക എന്തെങ്കിലും നമുക്ക് അത് എന്തെങ്കിലും ഒരു മുടക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാറ് പറഞ്ഞല്ലോ ഈ അഫർമേഷൻ പറയാന്നുള്ളത്, അതെന്താണ് സാറേ? അഫർമേഷൻ പറയാന്നുള്ളതല്ല, അതായത് എടുക്കുമ്പോൾ തന്നെ ഇപ്പൊ ഞാനിപ്പോ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും എന്ന് ഞാൻ തീരുമാനമെടുത്താൽ അപ്പൊ തന്നെ മനസ്സിൽ പറയാ, അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ പോകാൻ പറ്റാത്തത് ഉണ്ടാവാം, അത് ഇതിന്റെ ഒരു ലംഘനമായിട്ട് ഞാൻ കാണില്ല എന്നത് എഴുതി വെക്കുകയോ മനസ്സിൽ പറയുകയോ ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് മുജീബ് സാർ തീരുമാനം എടുത്തു എല്ലാ ദിവസവും അത് ചെയ്യും, പക്ഷെ അന്നായിരിക്കും നിങ്ങൾക്ക് ഒരു അടിയന്തരമായ ഒരു ഫംഗ്ഷൻ, അത് അന്ന് സാറൊന്ന് ഉറങ്ങിപ്പോയി, അതൊരു നോർമലാണ്, അടുത്ത ദിവസം കൊണ്ടുപോകാം എന്ന രൂപത്തിലൂടെ മാറുമ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാവില്ല. കുറ്റബോധം ഉണ്ടാവുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? നമുക്ക് നമ്മളോട് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു, നമുക്ക് നമ്മൾ തന്നെ ശത്രുവായിട്ട് മാറും. ബോധം ഉയർത്താനുള്ള ഒരു അഫർമേഷൻ ഏതാ സാർ? ഏതാ? ബോധം അതിനൊന്നും ഉയർത്താനുള്ള. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ട്രഷറിലുണ്ട്. അതിലുള്ള ഇന്നലത്തെ സെഷൻ ഉണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നോ? ഇന്നത്തെ ക്ലാസ് അടിപൊളി സാർ, നല്ലോണം മനസ്സിലായി. ഇപ്പൊ ഡീപ്പിലോട്ട് പോകുന്നില്ലേ? അത് തന്നെയാണ് ബോധം ഉയർത്താനുള്ള വഴി. ജീവിതത്തിൽ സമാധാനം വരുന്നെങ്കിൽ ബോധം ഉയർന്നു വരുന്നു എന്ന് അതിന്റെ അർത്ഥം. താങ്ക് യു സാർ. ഓക്കെ. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഏതോ പുറത്തുനിന്നെന്തോ അനുഭവങ്ങൾ കയറി വരാന്നുള്ളതല്ല, നമുക്ക് മനസ്സ് അടങ്ങിയാൽ. ഇന്നലെ വിനോദ് സാർ പറഞ്ഞില്ലേ, എറണാകുളത്ത് വെച്ചിട്ട് ക്രൂഷ്യൽ സാഹചര്യം വന്നപ്പോൾ ഒന്നും തോന്നുന്നില്ല. മറ്റുള്ളവർ കടന്ന് ബഹളം വെക്കുന്ന സമയത്ത് നമുക്കൊന്നും തോന്നുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിക്കേഷൻ ഓഫ് അവർ ട്രാൻസ്ഫോർമേഷൻ. ശരി, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, ഞാൻ ഐഷ, ട്രഷറിലുള്ളതാണ്. പുതിയ ബാച്ചിലാണോ? അല്ല, 6ല്. പറയൂ. സർ, എനിക്കിന്ന് ജനുവരി 1 ഒരു പുതിയ സംരംഭം തുടങ്ങേണ്ട ഒരു ഇത് കിട്ടിയിരുന്നു. പുതിയ വർഷം ജനുവരി 1 ഇന്നലെ ഞങ്ങൾ ഒരു സംഘം ആൾ ചേർന്നിട്ടില്ല ഒരു സംരംഭമാണ്. അത് ഇന്നലെ ഞങ്ങൾ അതിന്റെ വീഡിയോ ഒക്കെ റെഡിയാക്കി ഇന്നിറക്കി. അപ്പം ജനുവരി 1 നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അതൊരു വലിയ ഒരു അനുഭവമാണ് എനിക്ക്. ട്രഷറിൽ വന്നതിന് ശേഷം ഇതുവരെ ഇത്രയും വർഷത്തേക്ക് ഇങ്ങനെ ഒരു ചിന്തകൾ ഞങ്ങളിൽ ഉണ്ടായിട്ടില്ല. സാർ, ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അത് വേറെ, സംഘം എന്ന് പറഞ്ഞാൽ ഒരു സംഘമായിട്ടാണ് ഇത്. അത് നല്ലൊരു രീതിയിലേക്കാണ് ഞാൻ ആ പുസ്തകത്തിൽ അവിടെ വരെ എത്തിയിരുന്നു വായിച്ചത്. ഒരു സംഘമായിട്ടാണ് ഇപ്പം നമ്മളിത് തുടങ്ങുന്നത്. അതൊരു വലിയൊരു സന്തോഷമായിട്ടാണ്. ജീവിതത്തിൽ ഇതുവരെ ഈ വയസ്സ് വരെ ഇല്ലാത്ത ഒരു പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ ഈ ജനുവരി 1 ഇറങ്ങിയത്. സാറിന്റെ എല്ലാ അനുഗ്രഹവും വേണം. വളരെ ഹാപ്പിയാണ്. വളരെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയൊരു ജനുവരി 1 നമ്മൾ സാധാരണ മാസ വരുമാനത്തിൽ കുറച്ച് കൂടിയിട്ടുള്ള ഒരു ഇതാണ് ഈ വർഷം. ഇന്നലെ രാത്രി ഒരു സന്തോഷ വാർത്ത കേട്ടത്. ഈ 1-ാം തീയതി എനിക്ക് മാസത്തിൽ കിട്ടുന്ന വരുമാനം കൂടുതലായിട്ടുള്ളത് അത് ഈ ട്രഷറിൽ കയറിയത് മുതലാണ് ആ ഒരു അനുഭവം ഉണ്ടായത്. എല്ലാ സാറ് പറയുന്നത് വളരെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോന്ന് എത്തിയരാ ഞാൻ ഇന്ന് എന്തായാലും ഈ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് കരുതി ജനുവരി 1 സാറ്. വളരെയധികം സന്തോഷമുണ്ട് സാറേ. ട്രഷറി കോഴ്സിനെ കുറിച്ച് എന്ത് പറയുന്നു ആയിഷ സിറാജുദ്ദീൻ? ട്രഷറി കോഴ്സിനെ കുറിച്ച് എന്ത് പറയുന്നു? നല്ല കോഴ്സായിരുന്നു സർ. അതിന് ആ കോഴ്സിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ വരുന്നത്, അതുവരെ ഇല്ലാത്ത ചിന്താഗതി, നമ്മുടെ എല്ലാ മാറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം മാറ്റങ്ങളേ ഉള്ളൂ. ഓരോന്നും ചുവടുവെപ്പ് നമ്മൾ നല്ല രീതിയിൽ പോകുന്ന ഒരു അനുഭവമാണ്. എന്തുകൊണ്ടും സാർ പറഞ്ഞ എന്ത് പ്രയാസങ്ങൾ മുന്നിലേക്ക് വരുമ്പോഴും അത് പുഷ്പം പോലെ, സാറിന്റെ അതേ വാക്ക് തന്നെയാണ് വരുന്നത്, പുഷ്പം പോലെ അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അത് കാരണം അത്രയും ഒരു ടെൻഷൻ കൊടുക്കാണ്ട്, നാളെ എന്താന്ന് ടെൻഷൻ കൊടുക്കാണ്ട് അത് കാര്യങ്ങൾ ഭംഗിയായിട്ട് വരികയും ചെയ്യുന്നു. അതാണ് ഒരു പ്രത്യേകത. അതിലേക്ക് ടെൻഷൻ വളരെ കുറഞ്ഞിരിക്കുന്നു സർ. അതാണ് ടെൻഷൻ കുറയാന്നുള്ളത് ലോകത്തെല്ലാരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ടെൻഷൻ അതെ കുറയാന്നുള്ളത്. അതെ, അതാ ഏറ്റവും വേണ്ടത് നമുക്ക്. അതോടുകൂടി നമ്മുടെ അന്തരാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ടെൻഷൻ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല.
ആൾക്കൂട്ടത്തിനിടയിൽ എന്താ സംഭവിക്കുന്നത് അറിയില്ല. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എപ്പോഴും ആലോചിക്കും. ഒരു പോലീസ് ഒരു ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഇലക്ഷൻ സമയത്ത് കുട്ടികളൊക്കെ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ പോലീസ് വന്നപ്പോൾ ചിതറി ഓടി. ആർക്കാ എന്താ എപ്പോഴാ പറ്റുന്നത്, എന്താ സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല. ചിലര് കുഴിയിൽ വീഴുന്നു, ചിലര് എന്താ പറയാ മരത്തിൽ ഇടിച്ചിട്ട് പരിക്ക് പറ്റുന്നു. എവിടൊക്കെ പോകുന്നത്, എവിടൊക്കെ ഉള്ളത്, ആരൊക്കെ അറിയില്ല. ഇതാണ് സ്ട്രെസ്സുള്ള മനസ്സുള്ള അവന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് അടങ്ങിക്കഴിഞ്ഞാൽ ക്ലിയർ ക്രിസ്റ്റലായിട്ട് ശാന്തമായി നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. ശരി, അപ്പൊ എല്ലാവരും ട്രഷറൊക്കെ അടുത്ത ബാച്ചിൽ എല്ലാവരും പങ്കെടുക്കുക. പറയൂ സാറേ. ഹാപ്പി ന്യൂ ഇയർ സാർ. വെരി വെരി സെയിം ടു യു. ഷീജയുടെ മകളുടെ വെഡിങ് ആനിവേഴ്സറി പറഞ്ഞു. എല്ലാ ബ്ലെസ്സിംഗ് ഉണ്ട് ഷീജ കേട്ടോ. പറയൂ അശോകൻ സാർ പറയൂ. പുതുവത്സരത്തില് നമ്മള് ഒരു തീരുമാനം എടുക്കുന്നത് എന്തായാലും സാറിന്റെ കൂടെ കൂടിയിട്ടുള്ള ഒരു യാത്ര. അത് ഇതുവരെ നമ്മളെ കൂടെ നിന്ന എന്തെങ്കിലും ദുശീലങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പുസ്തകത്തിന്റെ കൂടെയും സാറിന്റെ കൂടെയും അതോടൊപ്പം തന്നെ നമ്മളെ ഒന്നിച്ച് ഇപ്പൊ നമ്മളെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ അവർക്കൊക്കെ ഇത് ഗ്രഹിക്കാൻ പറ്റാത്തൊരിതുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഒരു മാതൃകയായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മുടെ അടുത്തേക്ക് വരൂ എന്നുള്ളൊരു തോന്നലും കൂടി നമുക്കിപ്പോ ബോധ്യപ്പെട്ടു വന്നിട്ടുണ്ട്. നമ്മളെ സുഹൃത്തുക്കളോട് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് അന്വേഷിക്കൂ. അപ്പൊ ആ നിലക്ക് 2026 സാറിന്റെ കൂടെ കൂടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി പുതിയൊരു രീതിയിലേക്ക് മാറണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. അത് സാറിന് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ആശംസകളും പുതുവത്സരാശംസകൾ. തീർച്ചയായിട്ടും സന്തോഷം. ഇത് ഹാപ്പി പാർക്ക് എന്നാൽ ഒരു സംഘമാവുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ എന്താ പറയാ, ചില ആൾക്കാർ ഇതിന്റെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ എന്താണ് കോഴ്സ്, നിങ്ങളൊന്നും ചെയ്യണം, മണി മൈൻഡ് സെറ്റ് ചെയ്യൂ. ആദ്യം സുഹൃത്തുക്കൾ ഉണ്ടാവും, പണം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും കേട്ടോ. സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാൻ എന്താണ് കോഴ്സ്? നമ്മളെ സുഹൃത്തായാൽ മതി, നമ്മളെ സുഹൃത്തായാൽ മതി. EFTF ഒന്ന് പങ്കെടുക്കും. സെൽഫ്, സ്വന്തത്തെ സ്നേഹിക്കാൻ എങ്ങനെയാന്നൊക്കെ പഠിക്കും. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. ഒരു സന്തോഷ വാർത്തയാണ്. ഞാൻ മണി മൈൻഡ് സെറ്റ് 10ാമത്തെ ബാച്ചിലുണ്ടായിരുന്ന ആളാണ്, ലൈല ചേർത്തലേന്ന്. അപ്പൊ എന്റെ ഇളയ മോൾക്ക് ഒരു ചെറിയ PSCയിൽ മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ ഓഫീസ് അറ്റൻഡർ ആയിട്ട് ഇന്ന് ജോയിൻ ചെയ്യാണ് സാറേ. എല്ലാവരുടെയും പ്രാർത്ഥന മോൾക്കുണ്ടാകണം. താങ്ക് യു. സന്തോഷം. താങ്ക് യു സാർ. ഓക്കെ. മണി മൈൻഡ് സെറ്റ് 10ാമത്തെ ബാച്ച് എങ്ങനെയുണ്ട്? മണി മൈൻഡ് സെറ്റ് കോഴ്സ് വളരെ മാറ്റമുണ്ട് സാറേ. അതല്ല എനിക്കിപ്പോ മാറ്റങ്ങൾ വന്നത്, വളരെ നല്ല മാറ്റം. ചെലവഴിച്ച സമയവും ഊർജ്ജമൊക്കെ എത്ര ഇരട്ടിയായി തിരിച്ചു കിട്ടിയില്ലേ? കിട്ടി സാറേ. നമ്മളുടെ മൈൻഡിനും നല്ല മാറ്റങ്ങൾ വന്ന് നല്ല മാറ്റമുണ്ട് സാറേ. 2026 ഫസ്റ്റത്തെ മണി മൈൻഡ് സെറ്റിൽ എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. അത് ജനുവരി 6 അടുത്ത ചൊവ്വാഴ്ചയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അതിന്റെ ടൈം എങ്ങനെയാണ്? മണി മൈൻഡ് സെറ്റിംഗിന്റെ ടൈം രാവിലെ 7. അത് നിങ്ങൾക്ക് ആപ്പിൽ തരും. ഫസ്റ്റ് ദിവസം 7 മണി മുതൽ 8 മണി വരെ ആയിരിക്കും സെഷൻസ് രാവിലെ. അതിന് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയില്ല, ബുദ്ധിമുട്ടില്ല. അത് ക്ലാസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, ആപ്പിലുണ്ടാവും. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏത് സമയത്തും കേൾക്കാം. അതിന്റെ വർക്ക് എല്ലാ ദിവസവും ഉണ്ടാവും. അതുകൊണ്ട് ഡോണ്ട് വാണ്ട് മീ എനി ടെൻഷൻ. ഒരു 3-4 മാസം നിങ്ങളെ കൂടെ കണ്ടന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്നും അത് കേൾക്കാം. മനസ്സിലായോ? അത് സാധാരണ ഒരു സംഭവമല്ല. അത് ചില ആൾക്കാർ ചിന്തിക്കും അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ അറിവുണ്ട് എന്നത് നിങ്ങളെ വാക്കെന്നല്ലത് മനസ്സിലാവേണ്ടത്. നിങ്ങളെ ലൈഫിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ അറിവുണ്ട്. നിങ്ങളെ ലൈഫിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ അറിവില്ല. ഇതാണ് അതിന്റെ കാര്യം. ശരി, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ്? 2026 ആദ്യത്തെ ദിവസം തന്നെ നല്ല ഒരു സന്ദേശം കിട്ടിയില്ലേ എല്ലാവർക്കും? യെസ് ഓർ നോ? ഈ വർഷം മുഴുവനായിട്ട് മനോഹരമായി പോകുവാനുള്ള ബെസ്റ്റായ ഒരു സന്ദേശം കിട്ടിയില്ലേ? വളരെ സന്തോഷം.
നമ്മുടെ വിനോദ് സാറൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പോൾ കാണുന്നുണ്ട്. വിനോദ് സാറ്, നാരായണ സാറ്, സന്തോഷ് സാർ, ഇവരൊക്കെ കാണുന്നുണ്ട്. സോ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വളരെ നന്ദി സാർ, വളരെ നന്ദി. ഹാപ്പി ന്യൂ താങ്ക് യു ഇയർ. സർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഉല്ലാസ്, താങ്ക് യു, താങ്ക് യു. ഉല്ലാസ് എറണാകുളത്ത് വന്നിരുന്നില്ലേ? എറണാകുളത്ത് വന്ന് ഞാൻ വന്നില്ല, അന്ന് ഒരു ചെറിയൊരു ഷോർട്ടിന് ചെറിയൊരു പറ്റിയായിരുന്നു. അത് ഇപ്പൊ റെഡിയായി വരുന്നു. അത് ഇപ്പൊ 3 ദിവസം അന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയത്. അവര് പറഞ്ഞു 3 ദിവസം അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അഡ്മിറ്റ് ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്റേ എടുത്തിട്ട് എക്സ്റേ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഷോൾഡർ ഒന്ന് ചതഞ്ഞിട്ടുണ്ടായി. അന്ന് എനിക്ക് അവിടെ വെച്ചൊരു ഹീലിംഗ് ചെയ്തിരുന്നു. ഹീലിംഗ് ചെയ്തിരുന്നു സാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശേഷം ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ പോയി. നമ്മുടെ ശ്രീനിവാസം സാറ് മരിച്ച താലൂക്ക് ആശുപത്രിയിൽ നമ്മുടെ പരിചയ ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് പറഞ്ഞ് ഒരു 3 ദിവസം അഡ്മിറ്റ് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് നോക്കിയില്ല. ഞാൻ ദിവസം ഇപ്പൊ ഷോപ്പിലൊക്കെ പോകുന്നുണ്ട്. കയ്യിൽ 2 ദിവസം എന്നാലും കുഴപ്പമില്ല എനിക്ക്. പക്ഷെ സ്റ്റാഫിന്റെ അഭാവം കൊണ്ട് ഷോപ്പിൽ പോകാണ്ട് വരുന്നില്ല. ഒരു കുഴപ്പമില്ല, ഇപ്പൊ നന്നായിട്ട് പോകുന്നു. പിന്നെ ഞാൻ വിളിച്ച് ഇന്നലെ പുതിയ നമ്മുടെ ട്രഷർ ബാച്ചിന്റെ ക്ലാസ് ഇന്നലെ ഉണ്ടായിരുന്നു സാറ് പറയണല്ലോ തോന്നി. ഇപ്പൊ ക്ലാസ്സിൽ ഇല്ല, ഇന്നാണുള്ളത്. അത് 6ാമത്തെ ക്ലാസ്. നിങ്ങളെ ക്ലാസ് ഇന്നാ വരുന്നത് സാർ. നമ്മുടെ 7th ഇന്നല്ലേ? ഇന്നാ വരുന്നത്. ശരി സാറേ, വളരെ ഉപകാരം. ഓക്കെ. ട്രഷറിന്റെ ഗോൾ സെറ്റിംഗ് ഒക്കെ പങ്കെടുത്തപ്പോ എന്ത് തോന്നുന്നില്ല സാറേ? നന്നായിട്ട് ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞതിനകത്ത് ഞാൻ തന്നു. സാറ് എനിക്ക് സൈൻ ചെയ്തൊക്കെ തന്നായിരുന്നു. വെരി ഗുഡ്, വളരെ സന്തോഷം. മണി മൈൻഡ് സെറ്റിന്റെ കോഴ്സ് ഓഫ്ലൈനിൽ പങ്കെടുത്തപ്പോ എന്ത് തോന്നി എറണാകുളത്ത് വെച്ച്? ഭയങ്കര പവർഫുൾ അല്ലേ, പവർഫുൾ. അതല്ല, ആ വേദന പോലും ഞാൻ അറിഞ്ഞില്ല. എന്റെ ഈ ഷോൾഡറും കാലം അവിടെ പൊട്ടിയിട്ടുണ്ടായി. ജീൻസ് വീട്ടിലൊന്ന് ഊരിയപ്പോഴാണ്, ഹോസ്പിറ്റലിൽ വെച്ച് ഊരിയപ്പോഴാണ് ചെറിയ സ്ഥലത്തൊക്കെ തൊലി പോയങ്ങനെയൊക്കെ അറിയണത്. വെരി ഗുഡ്. പക്ഷെ ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കണം കേട്ടാ. നമ്മള് ഹെവിയായ പണി എടുക്കരുത്. കാരണം ഈ ചതവ് മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒറ്റ മരുന്ന്, ഒന്ന് പെയിൻ കില്ലർ, മറ്റൊന്ന് റെസ്റ്റ്. ശരി സാറേ. ശരി, സന്തോഷം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിനോദ് സാറെ എന്തോ പറയാനുണ്ടോ? പുതുവർഷമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മൾ എന്നും അത് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കത് ഉണ്ടാവും. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവർക്കും, എല്ലാ മതങ്ങളിലും, നമ്മളൊരു ക്രിസ്ത്യൻ ചർച്ചിന് മുന്നിലൂടെ പോവുകയാണെങ്കിലും മനുഷ്യർക്ക് നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ട്രോണ്ടർത്ത് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറെ കാണാൻ വേണ്ടി പോയിരുന്നു, റിസർച്ചിന്റെ ഭാഗമായിട്ട്. അപ്പൊ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ റൂമുണ്ടെന്ന് പറഞ്ഞിട്ട് ഫാം ഹൗസിൽ റൂം തന്നു. ഞാനും അദ്ദേഹമാണ് ഇരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ചർച്ച. അപ്പൊ അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥന നടന്നു, സർവർക്കും നന്മ ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഗുണമുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? മുസ്ലിം പള്ളി വന്നാലും അങ്ങനെ തന്നെയാണ്, എല്ലാ മനുഷ്യർക്കും നന്മ ഉണ്ടാവട്ടെ. ഹൈന്ദവ ക്ഷേത്രത്തെ പോലെ അങ്ങനെ തന്നെ, ലോകോ സമസ്തോ സുഖിനോ ഭവതു. അതിന്റെ ഒരു രഹസ്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ നമുക്കും ഗുണം കിട്ടും. അല്ലാണ്ട് എന്റെ കാര്യം മാത്രം നന്നാവട്ടെ എന്ന് വെച്ചാൽ നടക്കൂല. എല്ലാവരും പഠിപ്പിച്ചു തന്നത് അത് ഉറപ്പ്. നിങ്ങളെ ഭാര്യക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാവും സാറേ? കഥ കഴിഞ്ഞില്ലേ? ഭാര്യക്ക് സുഖം വേണം, നിങ്ങൾക്ക് സുഖം വേണം, മക്കൾക്ക് സുഖം വേണം. നിങ്ങളെ ജ്യേഷ്ഠന്മാർക്കോ അനുജന്മാർക്കോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ കോഴിക്കോട് ജില്ലയിൽ ഇരിക്കുന്നു, മലപ്പുറത്ത് ഭയങ്കര കലാപം. എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? മലപ്പുറം ശാന്തമാകുമ്പോഴേ കോഴിക്കോടുകാർക്ക് നിൽക്കാൻ പറ്റും. എറണാകുളത്തും എന്താ പറയാ, കൊല്ലം കത്തുകയാണ്. എറണാകുളക്കാർക്ക് ശാന്തമായി നിൽക്കാൻ പറ്റുമോ? കൊല്ലം ശാന്തമാകുമ്പോഴേ എറണാകുളവും ശാന്തമാവും. മനസ്സിലായോ? ശരി. അതുപോലെ മുകുന്ദൻ സാറെ എന്ത് പറയുന്നു? സുഖമായിരിക്കും സാർ. എല്ലാ ആശംസകളും, ആശംസകളും തരുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നിങ്ങളൊക്കെ ഈ ട്രഷറിൽ വന്നത് വലിയ സന്തോഷമുണ്ട്. അപ്പോ 2027 ആകുമ്പോഴേക്കും നിങ്ങളൊക്കെ മരിച്ച് പുതിയൊരാളായിട്ട് മാറും, ഉറപ്പാണ്. എല്ലാം മാറും. അഷ്റഫ് സാറെ, കൊച്ചുകുട്ടിയൊക്കെ വെച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ വിഷയം വേണ്ടി വന്നാണോ? ന്യൂ ഇയർ അറിയാവുന്ന
സന്തോഷം, സന്തോഷം. അഷ്റഫ് സാറൊക്കെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്ത ആളാണ്. ഹാപ്പി പാർക്കിന്റെ അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു പ്രോഗ്രാമും ഇല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അടുത്ത് നാദാപുരത്ത് നടന്ന പ്രോഗ്രാമിലെ ഫോട്ടോ FB-യിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ നോക്കി. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ട്. അവിടെ മുതലാണ് സാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നാദാപുരം. അതെ, അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. 23-ലോ 24-ലോ ആണ്? 23-ലായിരിക്കും. 23-ഓ 22-ഓ ആണ്. ശരി, വലിയ സന്തോഷം. അത് വലിയ തീരുമാനമായില്ലേ അഷ്റഫ് സാറേ? അന്ന് ഒരു സംഘത്തോട് കൂടെ ചേർന്നപ്പോ വലിയ തീരുമാനമായില്ലേ? ഓ, വളരെ മാറ്റങ്ങളായി. ശരി, അപ്പൊ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.